വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിടത്ത് മനുഷ്യ ശരീരത്തിൽ ഒരുപക്ഷെ 70-80% ഉള്ളത് വെള്ളമാണ്. ശുദ്ധമായ വെള്ളം. അൻസൽനാ മിനസ് സമാഇ മാഅൻ മുബാറക, നമ്മുടെ കിണറുകളിലും ഭൂമിയിലും കിടക്കുന്ന വെള്ളം ആകാശ ലോകത്ത് നിന്ന് മഴയായി പടച്ചതമ്പുരാൻ കാലാകാലങ്ങളിൽ വർഷിക്കുന്ന മഴവെള്ളത്തിന്റെ സംഭരണിയാണ്. ഈ ശുദ്ധവെള്ളം നിങ്ങൾക്ക് ബറക്കത്തുള്ളതാണ്. സാധാ വെള്ളം, അതും എന്തെങ്കിലും അണുക്കളോ മറ്റോ ഉണ്ടാവാൻ ഇടയുണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്ത് ക്ലീൻ ചെയ്ത് നമ്മൾ കുടിക്കുന്നത് നമ്മുടെ കിഡ്നിയും ശരീരത്തിൻ്റെ ഫങ്ഷനാലിറ്റിയും അത് ഏറ്റവും മനോഹരമായി ആരോഗ്യത്തോടെ കൊണ്ടു നടക്കാൻ അനിവാര്യമാണെന്ന് പലർക്കും അറിയില്ല. എപ്പോഴും ഒരു കട്ടൻ ചായ, രാവിലെ എണീറ്റാൽ ഒരു ചായ, പിന്നെയും ചായ, പിന്നെയും ചായ, അത് മധുരമിട്ട് വീണ്ടും. പിന്നെ അതിൻ്റെ കൂടെ അരിഭക്ഷണം, നമ്മൾ നിരന്തരം കഴിക്കുന്നത് അരിഭക്ഷണമാണ്. അപ്പമാണെങ്കിലും ഇഡ്ഡലിയാണെങ്കിലും ദോശയാണെങ്കിലും ചോറാണെങ്കിലും രാത്രിയും ഉച്ചയ്ക്കും ഒക്കെ ഈ അരിഭക്ഷണം അത് തന്നെ അന്നജം. അതിൽ ഗ്ലൂക്കോസ് ഉണ്ട്, അതിൽ മധുരമുണ്ട്. അത് നമുക്ക് കൃത്യമായി വർക്കൗട്ട് നടക്കുന്നില്ല. നമ്മൾ അധ്വാനം കുറവാണ്, നടക്കുന്നേ ഉള്ളൂ. അതും എക്സസൈസ് പോലെയുള്ള ഒരു നടക്കുന്നുമില്ല. അതുകൊണ്ട് നമ്മുടെ കാലറീസ് ബേൺ ചെയ്യാൻ പ്രയാസമാകുന്നു. അത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ അത് കുമിഞ്ഞുകൂടുന്നു. അത് ഹാർട്ട് അറ്റാക്കുകൾ വരുത്തുന്നു. നമ്മുടെ ബ്ലഡ് പ്രഷർ അതിൻ്റെ ബാലൻസ് തെറ്റിക്കുന്നു. നമുക്ക് ഷുഗർ ഉണ്ടാകുന്നു. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ശരീരം ശുദ്ധമാവും. കിഡ്നി എന്ന് പറയുന്ന അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമായ അവയവം, അത് ശുദ്ധിയാവുന്നത് പച്ചവെള്ളം കുടിക്കുമ്പോഴാണ്. രാവിലെ എണീറ്റാൽ വെള്ളം കുടിക്കുന്ന ഒരു പ്രയാസമില്ല. അതിനെ സംബന്ധിച്ചൊക്കെ ചില ആളുകളെങ്കിലും അത് പറ്റൂല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ ഹദീസ് ഉണ്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ വെള്ളം കുടിക്കണമെന്നാണ്. വെറും വയറ്റിൽ ശുദ്ധമായ വെള്ളം കുടിക്കണമെന്നാണ്. ശരീരം ക്ലീൻ ചെയ്യുന്നു. എന്നിട്ടൊരൽപ്പം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. രാത്രി മഗ്രിബോടുകൂടെ അല്ലെങ്കിൽ ഇഷാ മഗ്രിബിനിടയിൽ രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണമെന്നാണ്. എന്നിട്ട് പിന്നെ ഒരു 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ പോലും കുഴപ്പമില്ല, രാത്രിയിലെ ഭക്ഷണം വൈകിപ്പിക്കരുത്. നബി തങ്ങൾ പറഞ്ഞു, ഭക്ഷണം നിങ്ങൾ വിശക്കുമ്പോഴേ കഴിക്കാവൂ. വലാ തനാമു അലൈഹ, ഭക്ഷണം കഴിച്ച് നേരെ ഉറങ്ങാൻ പോകരുത്. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ ഒന്ന് അനങ്ങിയതിന് ശേഷമേ ഉറങ്ങാൻ പാടുള്ളൂ എന്നാണ്. അപ്പൊ ചില ആളുകൾക്കെങ്കിലും ഭക്ഷണം കഴിച്ച് അങ്ങനെ ഉറങ്ങാൻ ഞാൻ ഉറക്കം കിട്ടൂല എന്നങ്ങനെയൊക്കെ പറയും. ഈ ദുശ്ശീലങ്ങളൊക്കെ നമ്മൾ മാറ്റിയില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മെഷീനായതുകൊണ്ടാണ് നമുക്കൊന്നും വലിയ അസുഖമൊന്നും പെടാതെ ഇങ്ങനെ പോകുന്നത്. ഇല്ലെങ്കിൽ എത്രയോ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ നമുക്ക് നഷ്ടമായേനെ. അതുകൊണ്ട് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക. പാതിരാവുകളിൽ നമ്മുടെ റോഡ് സൈഡുകളിലെ നൈറ്റ് ഫുഡ്സ്, ഇത് ഏറ്റവും ഡേഞ്ചറുള്ള ഒരു സംഭവമാണ്. കച്ചവടക്കാരെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല. മനുഷ്യൻ രോഗിയാവുന്നത് ഈ രാത്രി ഭക്ഷണം കൊണ്ടാണ്. അതെന്തെങ്കിലും വളരെ ചെറുത്, പഴമോ പഴവർഗ്ഗങ്ങളോ ഒരൽപ്പം എന്തെങ്കിലും ലഘുവായ, അത്രക്ക് വിശപ്പുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അത് മഗ്രിബോടുകൂടെ കഴിച്ചിരിക്കണം. അല്ലെങ്കിൽ നോമ്പ് തുറക്കുന്ന സമയം, ആ സമയത്ത് രാത്രി ഭക്ഷണം കഴിച്ചിരിക്കണം. എന്നിട്ട് എത്ര സമയത്ത് ഉറങ്ങുകയാണെങ്കിലും കുഴപ്പമില്ല, വല്ല വെള്ളമോ എന്തെങ്കിലും പാനീയമോ ഒക്കെ കുടിച്ചിട്ട് വിശപ്പുണ്ടെങ്കിൽ അതിനെ പിടിച്ചു നിർത്തുക. രാവിലെ ഭക്ഷണം കഴിക്കുക. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഒരു പ്രാതൽ, ഉച്ചഭക്ഷണത്തോടുകൂടെ നമുക്ക് ളുഹർ നിസ്കാരം, സ്നാക്കിനോടുകൂടെ നമ്മുടെ അസർ, മഗ്രിബ് ഇശാഇന്റെ കൂടെ നമ്മുടെ ഡിന്നർ. ഇങ്ങനെ കൃത്യമായ നമ്മുടെ ആരാധനാ സമയവും ഭക്ഷണക്രമവും കൃത്യമാണ്. അതിൽ ഒരൽപ്പം നമ്മൾ ഈ അരിഭക്ഷണം കുറച്ചു കഴിഞ്ഞ് പച്ചവെള്ളം കുടിക്കുന്ന ശീലം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്ന്, ലണ്ടനിലായിരുന്നു. അപ്പോൾ അവർ ബ്രിട്ടീഷുകാരാണ്. നമ്മളെ നാട്ടിലൊക്കെ ഒരു വീട്ടിൽ കയറി ചെന്ന് ആദ്യം ജ്യൂസ് അടിക്കട്ടെ എന്നല്ലേ ചോദിക്കുക, ജ്യൂസ് വേണമെന്നാണ് ചോദിക്കുക. നമ്മളാ വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ അവരാദ്യമായി കൊണ്ടുതന്നത് നല്ല ഒരു തെളിഞ്ഞ ഒരു ഗ്ലാസ്സിൽ പച്ചവെള്ളമാണ് കൊണ്ടുവന്നത്. അത് അവരുടെ സ്വീകരണമാണത്രേ. പച്ചവെള്ളം കൊടുക്കാൻ, ഏറ്റവും നല്ല വെള്ളം, ഭൂമിയിലെ ഏറ്റവും നല്ല പാനീയം പച്ചവെള്ളമാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മുടെ ചായയും ജ്യൂസും കാപ്പിയൊക്കെ ആവുന്നുള്ളൂ. അപ്പം
അപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് വലിയ പോരായ്മയാണ്, അത് വലിയൊരു മോശമാണ്. പച്ച വെള്ളേ തന്നുള്ളൂ എന്ന് പറയും, ജ്യൂസ് തന്നില്ല എന്നോ. ഈ ജ്യൂസ് മധുരം കലക്കിയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ശരീരത്തിന് അസുഖങ്ങൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെ നമ്മൾ ഭക്ഷണക്രമം കൊണ്ട് രോഗികളായി മാറുന്നവരാ നമ്മുടെ നാട്ടുകാർ. തിന്നിട്ട് രോഗിയാവുന്നതാണ്, ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടല്ല. അതുകൊണ്ട് ഡയാലിസിസ് സെന്ററുകൾ നാടുകളിൽ നിന്ന് കൂടിക്കൊണ്ടുവരുമ്പോഴേ നമ്മുടെ കിഡ്നി നഷ്ടപ്പെടാതെ പച്ചവെള്ളം കുടിച്ചതിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ മഹല്ലുകളിൽ ഡയാലിസിസ് സെന്റർ വേണ്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചായത്തിലൊന്നും മതിയാവുന്നില്ല, അത്രയും ഗുരുതരമാണ്. നമ്മുടെ കൊച്ചുമക്കൾക്ക് പച്ചവെള്ളം കുടിക്കാൻ നമ്മൾ പഠിപ്പിക്കും, നമ്മളും കുടിക്കും. ഏതു നേരവും ചായ, പഞ്ചസാര കലക്കി കുടിക്കുന്ന ഈ ചായ 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 എന്ന് പറഞ്ഞ പരിപാടി ഒന്ന് കുറച്ചിട്ട്, തീരെ കുടിക്കേണ്ടെന്നല്ല പറയുന്നത്, സാധാ വെള്ളം കുടിക്കാൻ പഠിക്കുക. നമ്മുടെ തൊണ്ടക്കും ശരീരത്തിനും വയറിനും ബ്ലഡിനും ഒക്കെ വേണ്ടത് സാധാ വെള്ളമാണ്. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. ജീവിതത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ അള്ളാഹു നിലനിർത്തുന്ന റബ്ബിന്റെ സംവിധാനം വെള്ളത്തിലൂടെയാണ്. ആരോഗ്യം നിലനിർത്തിയാലും അവസാനം ഈ ആരോഗ്യം കൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വിവരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. രാഷ്ട്രീയ സംഘടനകളും ഗവൺമെന്റുകളും മനുഷ്യന് നൽകുന്നത് കുടിക്കാനും കഴിക്കാനും ഉടുക്കാനും അന്തിയുറങ്ങാനുമുള്ള സംവിധാനങ്ങളാണ്. ഇതാണ് ഗവൺമെന്റുകൾ ചെയ്യുക. വീടുണ്ടോ, കിണറുണ്ടോ, വെള്ളമുണ്ടോ, ഭക്ഷണം കിട്ടുന്നുണ്ടോ, ഉടുക്കാൻ വസ്ത്രമുണ്ടോ, ഇത്രയും കാര്യങ്ങളെ ഒരു ഗവൺമെന്റിന് ചെയ്യാൻ കഴിയും. ജനങ്ങൾക്ക് സേവനമായിട്ടും അത്രേ. ഏത് രാഷ്ട്രീയ പാർട്ടികളാവട്ടെ, ഏത് സംഘടനകളാകട്ടെ, എന്തെല്ലാം ചാരിറ്റി സംവിധാനങ്ങൾ എന്നൊക്കെ പറഞ്ഞാലും തിന്നുക, ഉടുക്കുക, അവർക്ക് ഉറങ്ങുക, ഈ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഒരാൾക്ക് ഉടുക്കാനും തിന്നാനും കുടിക്കാനും അന്തിയുറങ്ങാനും ഒരു സ്ഥലം ആയിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ പിന്നെ എന്താണ് അനുവർത്തിക്കേണ്ടത്? ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നാൽ മതിയോ ടി വി നോക്കിയിട്ട്? നമ്മൾ എന്ത് ചെയ്യണം എന്ന് ജീവിതത്തിന്റെ മാർഗരേഖ കാണിച്ചു തരുന്നത് വിശുദ്ധ ഇസ്ലാം, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് തമ്പുരാനെ അല്ലാഹുവിനനുസരിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. വിശുദ്ധ ഖുർആൻ ലോകാത്ഭുതങ്ങളിൽ അത്ഭുതമായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇതൊരു മനുഷ്യന്റെ വചനമല്ല എന്നും ഒരു മനുഷ്യനും വിശുദ്ധ ഖുർആൻ എഴുതുക സാധ്യമല്ല എന്ന് 21-ാം നൂറ്റാണ്ടിലിരിക്കുന്ന നമുക്കൊക്കെ അറിയാം. ഖുർആനിന്റെ അത്ഭുതങ്ങൾ അനന്തമായി തുടരുകയാണ്. അത് പുണ്യനബി തങ്ങൾ എഴുതിയുണ്ടാക്കിയതായിരുന്നു എങ്കിൽ മഅദല്ലാഹ് ഇത്രയും കാലങ്ങളെ, നൂറ്റാണ്ടുകളെ അതിനതിജീവിക്കാൻ കഴിയില്ല, ഒരിക്കലും കഴിയില്ല. പക്ഷെ നബി തങ്ങൾ പറഞ്ഞു, ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല. ഖുർആന്റെ ഏറ്റവും വലിയ അത്ഭുതം അതാണ്. പലരും ഖുർആൻ നബി തങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് തങ്ങളുടെ മേൽ വെച്ച് കിട്ടുമ്പോഴും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്രയും വരുന്ന ഒരു അത്ഭുതകരമായ ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ, മനോഹരമായ അറബ് സാഹിത്യം, ഖുർആനിലെ പ്രഡിക്ഷൻസ് ആൻഡ് പ്രൊഫസീസ്, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രവചനങ്ങൾ, ഖുർആൻ മുന്നോട്ട് വെച്ച ഹിസ്റ്റോറിക്കൽ റിയാലിറ്റീസ്, ചരിത്രപരമായ യാഥാർത്ഥ്യങ്ങൾ, ഖുർആൻ അതിൻ്റെ മാസ്മരികതയും അമാനുഷികതയും കൊണ്ട് മനുഷ്യ മനസ്സുകളെ ഇളക്കി മറിച്ചപ്പോഴും പുണ്യനബിക്ക് പറയാമായിരുന്നു തങ്ങൾ ഒരു സത്യപ്രവാചകൻ അല്ലെങ്കിൽ ഇത് എന്റേതാണെന്ന് അവകാശവാദം പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ തങ്ങൾ അപ്പോഴും പറഞ്ഞത് ഇതെന്റേതല്ല. ഉമർ റളിയല്ലാഹു അൻഹു ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ, ശുദ്ധ ഖുർആൻ കേൾക്കുകയാണ്, ഓതുകയാണ്, മനസ്സിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്, ഇസ്ലാം സ്വീകരിക്കുകയാണ്. തുഫൈലു ദൗസി റളിയല്ലാഹു അൻഹു തവാഫ് ചെയ്യാൻ വരുന്നു, വിശുദ്ധ ഖുർആൻ കേൾക്കാൻ ഇടയാവുന്നു, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നു. വലീദ് ഇബ്നു മുഗീറ ഖുർആനിന്റെ മാസ്മരികത കണ്ട് ഇത് അത്ഭുതമാണ്, മാ ഹാദാ ഖൗലുൽ ബശർ, this is not word of a man or any human, ഇതൊരു മനുഷ്യന്റെ വാക്കുമല്ല, ഇതൊരു മനുഷ്യന് ചെയ്യാൻ കഴിയില്ല എന്ന് ഖുർആനെ സംബന്ധിച്ച് പറഞ്ഞപ്പോഴും നമ്മുടെ നബി പറഞ്ഞിട്ടില്ലല്ലോ ഇത് എന്റേതാണ്, അഭിമാനം പറയാൻ പറഞ്ഞൂടെ അത് ഞാൻ ചെയ്തതാണ്, അങ്ങനെ പറയൂലേ സാധാരണ. ഈ അത്ഭുതങ്ങളൊക്കെ നടന്നപ്പോഴും നമ്മുടെ നബി ഒരിക്കലും പറഞ്ഞില്ല ഇത് എന്റേതാണെന്ന്. തങ്ങൾ അപ്പോഴും പറഞ്ഞത്
ഇത് അള്ളാഹു എനിക്ക് ഇറക്കി തന്നതാണ്. അതാണ് സത്യസന്ധത. അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് സാധനത്തിന് മാർക്കറ്റിംഗ് ആയിക്കഴിഞ്ഞാൽ മാർക്കറ്റിൽ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടേതാണ്. അങ്ങനെയല്ലേ ആൾക്കാർ പറയാ. പുണ്യനബി ഒരിക്കലും പറഞ്ഞില്ല ഇത് എന്റേതാണെന്ന്. തങ്ങൾ പറഞ്ഞു ഇതെനിക്ക് ലഭിച്ചതാണ്. ഒരിക്കലും അവകാശവാദം ഉന്നയിച്ചില്ല. പിന്നെ എങ്ങനെ തങ്ങളുടെ മേൽ ഇത് കെട്ടിവെച്ചു കൊടുക്കുക? തങ്ങൾ തന്നെ പറയുന്നത് ഞാൻ എന്റേതല്ല. അത് മാത്രമല്ല, ഹദീസുകൾ, ലക്ഷക്കണക്കിന് ഹദീസുകൾ ഇവിടെ നിലനിൽക്കുന്നത് ഖുർആൻ സത്യമാണെന്ന് ബോധിപ്പിക്കുകയാണ്. പുണ്യനബി തങ്ങളുടേതാണ് ഖുർആനെങ്കിൽ ഹദീസിന്റെയും ഖുർആനിന്റെയും ഭാഷ്യം രണ്ടും രണ്ടാണ്. ഹദീസ് നോക്കുന്ന ആളുകൾക്കറിയും ഹദീസ് ഏതാണ് ഖുർആൻ ഏതാണ്. അതിന് ടെക്സ്റ്റ് വായിച്ചാൽ തന്നെ മനസ്സിലാവും ഇത് ഖുർആനല്ല. നബി തങ്ങളുടെ ഹദീസുകൾ തങ്ങളുടെ വാക്കുകളാണ്. ആ വാക്കുകളെ പോലെ ഒരിക്കലുമല്ല ഖുർആൻ. പിന്നെ എങ്ങനെ രണ്ടും നബിയുടേതാണെന്ന് പറയാം? അത് തെളിയിക്കാൻ ഹദീസുകൾ ഇവിടെ സംരക്ഷിക്കപ്പെട്ടത്. ഹദീസ് നോക്കിയാൽ മനസ്സിലാവും ഇത് പുണ്യ നബി തങ്ങൾ ഉണ്ടാക്കിയതല്ല. ഖുർആൻ വ്യത്യസ്തമാണ്. ഹദീസ് തങ്ങളുടേതാണ്, പക്ഷെ ഖുർആൻ തങ്ങളുടെ വാക്കുകളല്ല. അതിലും വലിയ അത്ഭുതം, ഖുർആനിൽ വന്ന ശാസ്ത്രീയമായ വ്യാഖ്യാനങ്ങൾ ഒന്നുമേ നബി തങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ അത്ഭുതങ്ങൾ അതിൽ വന്നു. ആറ്റം വിഭജിക്കപ്പെടാം എന്ന ഒരു സൂചന ഖുർആനിൽ കാണാൻ കഴിയും. അതൊക്കെ ഇപ്പൊ അടുത്ത കാലം 19-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച വിഷയങ്ങളാണ്. 20-ാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ആറ്റം വിഭജിക്കപ്പെടാൻ പറ്റുമോ ഇല്ലയോ, ക്വാർക്കുകളായി പോസിട്രോണുകളായി അതിന് വിഭജിക്കാൻ പറ്റുമെന്ന് ഇപ്പോഴത്തെ കാലത്താണ് കണ്ടെത്തിയത്. ഖുർആൻ അതിൽ സൂചന നൽകിയിട്ടുണ്ട്. ചന്ദ്രനെ കുറിച്ച്, സൂര്യനെ കുറിച്ച്, താരപഥങ്ങളെ കുറിച്ച്, ബ്ലാക്ക് ഹോളുകളെ കുറിച്ച് ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. കോടിക്കണക്കിന് നക്ഷത്രങ്ങളുടെ സമൂഹങ്ങളെ ഒരു കുഴിയിലേക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന, ആ കുഴിയിലേക്ക് അങ്ങ് വീണ് കഴിഞ്ഞാൽ പൊടി പോലും കാണില്ല, ഒരു പ്രകാശം പോലും അതിൽ നിന്ന് രക്ഷപ്പെടൂല. അത്തരം മണ്ഡലങ്ങൾ ആകാശ ലോകങ്ങളിലുണ്ട് എന്ന് കണ്ടെത്തിയത്. ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ വീൽ ചെയറിൽ ഇരുന്ന, സംസാരിക്കാൻ കഴിയാതിരുന്ന, അത്ഭുതകരമായ ബുദ്ധിയുണ്ടായിരുന്ന ദ സയന്റിസ്റ്റ് ഓൺ വീൽ ചെയർ സ്റ്റീഫൻ ഹോക്കിംഗ്, അദ്ദേഹത്തിന്റെ പഠനങ്ങളാണ് ബ്ലാക്ക് ഹോളുകൾ. ഖുർആൻ ചർച്ച ചെയ്ത വിഷയമാണ്. ഫലാ ഉഖ്സിബു ബിമവാഖിഇൻ നുജൂം. നക്ഷത്രങ്ങളെ ഉതിർത്തി വീഴ്ത്തുന്ന, നക്ഷത്രങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അണ്ടിറങ്ങിപ്പോകുന്ന ഒരു പ്രദേശത്തെ തന്നെയാണ് സത്യം. എന്നിട്ട് ഖുർആൻ പറഞ്ഞു ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം. നിങ്ങൾക്ക് സയന്റിഫിക് നോളേജ്, ശാസ്ത്രീയമായ അറിവ് നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാൻ ഈ സത്യം ചെയ്യുന്നത് ഒരു മഹാത്ഭുതമാണ് എന്ന്. ഇതൊന്നും നബി തങ്ങൾ അറേബ്യയിൽ വിശദീകരിച്ചില്ല. 6-ാം നൂറ്റാണ്ടുകാർക്ക് തങ്ങൾ ഈ സയൻസ് ഒന്നും പറഞ്ഞു കൊടുത്തില്ല. കാരണം അതിന്റെ വ്യാഖ്യാനം സത്യസന്ധമായി തങ്ങൾ വിവരിച്ചാൽ ആ നാട്ടുകാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല, അവരത്ഭുതപ്പെട്ടു പോകും. അതുകൊണ്ട് കാലം അത് തെളിയിക്കും എന്ന രീതിയിൽ സയൻസുമായി ബന്ധപ്പെട്ടത് ആയത്തുകൾക്ക് നിബിധങ്ങൾ വ്യാഖ്യാനം നൽകിയിട്ടില്ല എന്നത് മറ്റൊരു അത്ഭുതമാണ്. അത് അറിവുള്ള ആളുകളെ വിശദീകരിക്കാൻ വേണ്ടി നിബിധങ്ങൾ ഒഴിച്ചിട്ട് കൊടുത്തതാണ്. അത് മഹാത്ഭുതങ്ങളാണ്. അതറിയണമെങ്കിൽ സയൻസ് പഠിക്കണം, ഭൗതിക ജ്ഞാനങ്ങൾ ഉണ്ടെങ്കിലേ. അതാണ് ഈ സമന്വയ വിദ്യാഭ്യാസം എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഖുർആൻ മനസ്സിലാവണമെങ്കിൽ ഇൽമുൽ ഹദീസ്, മോഡേൺ സയൻസ് പഠിക്കണം. അപ്പോഴേ ഖുർആന്റെ വ്യാഖ്യാനം ശരിയാവുള്ളൂ. അല്ലെങ്കിൽ കാഫ് മല ഉണ്ടായിരുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ മല ലോകത്ത് ഇല്ല. ഖാഫുൽ ഖുർആനിൽ മജീദ്. അത്ഭുതമാണ് അല്ലാഹുവിന്റെ ഗ്രന്ഥം. ആ ഗ്രന്ഥം നമ്മുടെ മുമ്പിലുള്ള കാലത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ വഴി, നമ്മുടെ മാർഗരേഖ നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. അതിൽ അല്ലാഹു റബ്ബിനെ പരിചയപ്പെടുത്തി തന്നു. അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് 99 നാമങ്ങളിലൂടെയാണ്. The 99 handsome names of Allah. മനോഹരമായ അള്ളാഹുവിന്റെ 99 പേരുകൾ. ഇന്ന ലില്ലാഹി 99 ഇസ്മൻ 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ ദഖലൽ ജന്ന ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് 99 പേരുകളുണ്ട്. 100 ഇല്ലാ വാഹിദ, 100 - 1, 100-ൽ നിന്ന് 1 കുറവ്. അങ്ങനെ തങ്ങൾ പറഞ്ഞത്. 100 ഇല്ലാ വാഹിദ മൻ അഹ്സാഹാ, മൻ ഹഫിളഹ എന്നല്ല, മൻ അഹ്സാഹാ
ദഖലൽ ജന്ന. ആരാണോ ആ പേരുകളുടെ അർത്ഥമനുസരിച്ച് ജീവിക്കുന്നത്, ആ പേരുകളുടെ ആശയങ്ങൾ ആരാണോ പഠിച്ചെടുക്കുന്നത്, മനഃപാഠമാക്കുന്നത്, അവർക്ക് സ്വർഗമുണ്ടെന്ന് പരിശുദ്ധ നബി സ്വല്ലല്ലാഹു. എന്നിട്ട് 99 ഇസ്മുകളും നബി തങ്ങൾ വിവരിച്ച ഹദീസ് ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി സുനനിൽ വിവരിച്ചത് കാണാം, മറ്റു ഹദീസ് ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. ആ നാമങ്ങളിലൂടെയാണ് അള്ളാഹുവിനെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് ഒരിക്കലും പ്രപഞ്ചത്തിലല്ല, പ്രപഞ്ചത്തിന് പുറത്താണ്, പ്രപഞ്ചത്തിന് അതീതനാണ്. ഒരു സാധനം ഉണ്ടാക്കുന്ന ഒരാൾ, ഈ ഒരു ബിൽഡിംഗ് ഒരാൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഈ ബിൽഡിങ്ങിന്റെ ഭാഗമല്ല, ഒരു ബിൽഡിങ്ങിന്റെ പുറത്തുണ്ടാവുക. അദ്ദേഹം കൂടെ ചുവരിനുള്ളിൽ കയറി നിൽക്കുവോ? അദ്ദേഹം അടക്കമുള്ളതാണോ ബിൽഡിംഗ് ആവുക? അല്ലല്ലോ, അത് ഉണ്ടാക്കുന്ന ആൾ അതിന് പുറത്താണ്. സൃഷ്ടികൾക്ക് അതീതനാണ് അല്ലാഹു എന്ന് പറയുന്നത് കൊണ്ടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ദാത്ത്, ലാ തഫക്കറൂ ഫീ ദാത്തില്ലാഹ് തഫക്കറൂ ഫീ ഖൽഖില്ലാഹ്. Do not think in the essence of Allah, think in the creations of Allah. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അല്ലാഹു എന്താണ്? ഇത് ഖിയാമത്ത് നാളിൽ അല്ലാഹു വിവരിച്ചു നൽകാൻ പോകുന്ന ഒരു സിറാണ്, രഹസ്യമാണ്. എന്നാൽ ആ റബ്ബ് റഹ്മാനാൻ, അർ റഹീം, അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിൻ അൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ, അല്ലാഹുവിന്റെ ഇസ്മുകൾ ഇങ്ങനെ വിവരിച്ചാൽ റബ്ബ് തആല ആരെന്ന് മനസ്സിലാവും. അതിൽ അല്ലാഹു കാരുണ്യവാനാണ്, അതിൽ അല്ലാഹു അദാബ് ചെയ്യുന്നവനാണ്, ശിക്ഷിക്കുന്നവനാണ്. അല്ലാഹു സംരക്ഷണം നൽകുന്നവനാണ്. എന്നാൽ അല്ലാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കുന്നവരെ, ധിക്കരിക്കുന്നവരെ അല്ലാഹു ശിക്ഷിക്കുന്നവനാണ്. അങ്ങനെ തന്നെയാണ് റബ്ബിന്റെ പരാമർശം. ഷദീദുൽ ഇഖാബാണ് അല്ലാഹു. അതുകൊണ്ട് അല്ലാഹുവിനോട് നരകമോചനം നമ്മൾ ചോദിക്കുകയാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമാ إنها ساءت مستقرا ومقاما والذين يقولون ഇങ്ങനെ ദുആ ചെയ്യുന്നവരും അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരിൽ പെട്ടവരാണ്. എങ്ങനെയാ അത് വരക്കേണ്ടത്? റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷ ഞങ്ങളിൽ നിന്ന് തിരിച്ചു കളയണമേ, നരകത്തിലേക്ക് വീഴാതെ രക്ഷപ്പെടുത്തേണമേ. ഇന്ന അദാബഹാ കാന ഗറാമാ, നരകത്തിന്റെ ശിക്ഷ അതിഭയാനകമാണല്ലോ റബ്ബേ. ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ, ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത, ഇരിക്കാനോ താമസിക്കാനോ പറ്റാത്ത എത്രയും മോശപ്പെട്ടതാണല്ലോ, ശിക്ഷയാണല്ലോ നരകം. അല്ലാഹുവേ നരകത്തിൽ നിന്ന് കാക്കേണമേ. അല്ലാഹുവിനെ പറ്റി ഭയപ്പെടണം. നമ്മൾ എപ്പോഴും അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചാ പറയാം, അല്ലാഹുവിന്റെ കരുണയെ കുറിച്ച് പറയും. പ്രതീക്ഷയും റജാവും നമുക്ക് കിട്ടും. എന്നാൽ അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് പേടിക്കുകയും ചെയ്യണമെന്നാണ്. അല്ലാഹു തആല നമ്മുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹുവിനെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഖുർആൻ തന്നെ പറയുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ട വിധത്തിൽ ജനങ്ങളാരും അല്ലാഹുവിനെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അല്ലാഹു പറയാം, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അല്ലാഹുവിന്റെ മഹത്വം എത്രയാണെന്ന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉള്ളത് അല്ലാഹു അർഹിക്കുന്ന മഹത്വം തന്നെയാണോ അത്ര നമ്മൾ മനസ്സുകൊണ്ട് റബ്ബിനെ കാണുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ ബഹുമാനിക്കേണ്ട വിധം ബഹുമാനിച്ചില്ലല്ലോ. ആകാശലോകങ്ങളിൽ കിടക്കുന്ന താരസമൂഹങ്ങൾ, കോടാനുകോടി നക്ഷത്രങ്ങൾ. സൂര്യൻ എന്ന ഒരു നക്ഷത്രം തന്നെ ഭൂമിയുടെ ആയിരക്കണക്കിന് മടങ്ങ് വലുപ്പമുള്ള സാധനമാണ്. നമ്മുടെ ഈ ഭൂമിയുടെ, കൊരങ്ങാടല്ല, താമരശ്ശേരിയല്ല, കോഴിക്കോട് ജില്ലയല്ല, ഈ ഭൂമിയുടെ ആയിരക്കണക്കിന് ഭൂമികളെ ഉള്ളിലേക്ക് വെച്ചുകൊടുക്കാൻ പറ്റും. സൂര്യന്റെ ഉള്ളിലേക്ക് നമ്മളൊരു പാത്രത്തിന്റെ വട്ടത്തിലല്ലേ കാണുന്നുള്ളൂ സൂര്യനെ. നമ്മുടെ ഈ ഭൂമിയെക്കാളും ആയിരക്കണക്കിന് മടങ്ങ് വലുപ്പമുള്ള ഒരു സാധനം, അത് പ്രപഞ്ചത്തിലെ ഒരു നക്ഷത്രമാണ്. സൂര്യൻ ഒരു നക്ഷത്രമാണ്, അല്ലേ? തൊട്ടടുത്ത് വരുന്നു പ്രോക്സിമ സെഞ്ചുറി. അത് കഴിഞ്ഞ്
2,60,000 കോടി പ്രകാശവർഷങ്ങൾ അകലെയുള്ള നക്ഷത്രങ്ങൾ ഇന്ന് നാസയുടെ സയന്റിസ്റ്റുകൾ കണ്ടെത്തി എന്നാണ്. 2,60,000 കോടി പ്രകാശവർഷം. പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ പ്രകാശം 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. ഒറ്റ സെക്കൻഡിൽ, മിനിറ്റിലല്ല, മണിക്കൂറിലല്ല, ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോ. അതുകൊണ്ടാ വശംസി വദുഹാഹാ, സൂര്യന്റെ പ്രകാശത്തെ തന്നെയാണ് സത്യം, സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം. ഇത് വലിയ അത്ഭുതമുള്ള ഒരു സൃഷ്ടിയാണ്, അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് സൂര്യപ്രകാശം. നമ്മൾ വെയിലുണ്ട്, നല്ല ചൂടുണ്ട്, ഇന്ന് മഴ ഉണ്ടോ ഇല്ലേ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുള്ളൂ. സൂര്യപ്രകാശം സഞ്ചരിക്കുന്ന ദൂരം സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്ററാണ്. അങ്ങനെ 2,60,000 കോടി കൊല്ലം ഈ പ്രകാശം സഞ്ചരിച്ചാൽ എത്തുന്ന ദൂരമാണ് 2,60,000 കോടി പ്രകാശവർഷം എന്ന് പറയുന്നത്. അപ്പൊ എത്ര ഉണ്ടാവും? ഒരു മിനിറ്റിൽ തന്നെ എത്ര ഉണ്ടാവും? ഒരു സെക്കൻഡിൽ 3 ലക്ഷം, ഒരു മിനിറ്റിൽ എത്രയായി? ഒരു മണിക്കൂറിൽ എത്ര കിലോമീറ്റർ? എത്ര കോടി 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 കിലോമീറ്ററായി? ഒരു ദിവസം എത്രയായി? ഒരാഴ്ചയിൽ എത്രയായി? അപ്പൊ 1 കോടിയല്ല, 2,60,000 കോടി കൊല്ലം ഈ പ്രകാശം ഇങ്ങനെ പോകാൻ തിരിഞ്ഞാൽ എത്ര ദൂരമെത്തുമോ ആ ദൂരത്ത് കിടക്കുന്ന ഒരു താരസമൂഹം. എന്നിട്ട് സയന്റിസ്റ്റുകൾ പറയാ, ആ പ്രകാശം നമ്മിലേക്ക്, സൗണ്ട് ഒന്ന് ഉഷാറാക്കണ്ടല്ല, ആ പ്രകാശം നമ്മിലേക്ക് എത്തിയപ്പോൾ 2,60,000 കോടി കൊല്ലം കഴിഞ്ഞു. അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രകാശം അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിലേക്ക് ഇത് എത്തുമ്പോഴേക്കും ഇത്രയും കാലഘട്ടം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ പുറപ്പെട്ട സ്ഥലത്താവണമെന്നില്ല, ആ താരസമൂഹം അവിടെ നിന്ന് മാറിയിട്ടുണ്ടാവും. ആകാശലോകങ്ങളെ നാം നമ്മുടെ കരുത്തുപയോഗിച്ചുകൊണ്ട് സൃഷ്ടിച്ചതാണ്. നാം അതിനെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകാശലോകം വിശാലായിക്കൊണ്ടിരിക്കും. ഈ ആയത്തൊക്കെ സയൻസ് പറയാതെ നമുക്ക് പഠിക്കാതെ തഫ്സീർ ചെയ്യാൻ കഴിയില്ല. ദ എക്സ്പാൻഡിങ് യൂണിവേഴ്സ്, വികസിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം എന്നാണ് ഈ പ്രപഞ്ചത്തിന്റെ പേരെന്നെ. ഇന്നലെ നിൽക്കുന്നിടത്തുള്ള നക്ഷത്രങ്ങളുള്ളത്, താരസമൂഹങ്ങളുള്ളത്. നമ്മൾ മിൽക്കി വേയിലാകുമ്പോൾ ഒരേ സ്ഥലത്ത് തോന്നും, പക്ഷേ നമ്മുടെ താരസമൂഹം അടുത്തൊരു താരസമൂഹത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടലുകളുടെ തീരങ്ങളിലൊക്കെ കിടക്കുന്ന മണൽത്തരികൾ ലോകത്ത്, നമ്മുടെ കാപ്പാട് ബീച്ചോ അല്ലെങ്കിൽ വടകര, തലശ്ശേരി, പയ്യാമ്പലം ബീച്ചോ മാത്രമല്ല, ലോകത്തുള്ള കടൽക്കരകളിൽ കിടക്കുന്ന മണൽ, ഗ്രൈൻസ് ഓഫ് സാൻഡ്, മണൽത്തരികളുടെ എണ്ണം എത്രയാണോ അത്രക്ക് നക്ഷത്രങ്ങൾ അള്ളാഹുവിന് പ്രപഞ്ചത്തിലുണ്ടെന്നാണ്. അപ്പൊ എന്തായിരിക്കും നമ്മൾ അവിടെ നിന്ന് അതിനൊന്നും പട്ടയം ആധാരമൊന്നും ആരും വാങ്ങിയിട്ടില്ല. നമ്മൾ ഈ 4 സെന്റിന് വേണ്ടി ഈ ഭൂമിയിൽ കിടന്ന് കച്ചറ കൂടുകയാണ്. ആകാശലോകം അനന്തമായി കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, സ്വർഗലോകം ആകാശലോകത്തോളം വിശാലമാണ്. എന്നെ നീളം പറഞ്ഞു കൊടുത്തിട്ടില്ല. നീളം ഇനി എന്തിനാ പറയേണ്ടത്? വീതി തന്നെ എത്ര ഉണ്ടെങ്കിൽ പിന്നെ എന്തായിരിക്കും അതിന്റെ വീതി? അതിന്റെ നീളം, വീതി തന്നെ ഇത്രയാണ്. പ്രപഞ്ചത്തോളം ചിന്തിക്കാൻ കഴിയില്ല, അത്രയും വലുതാണ്. അതിൻ്റെ ഒക്കെ അപ്പുറത്താണ് ഒന്നാം ആകാശം. അത് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. 100 കൊല്ലം കഴിഞ്ഞാൽ ചിലപ്പോൾ, അല്ലെങ്കിൽ അടുത്തൊരു 10 കൊല്ലത്തിനിടക്ക് 50 കൊല്ലത്തിനിടക്ക് സയൻസിന് കണ്ടെത്താൻ പറ്റിയേക്കും ഒന്നാം ആകാശം. ഇതുവരെ കിട്ടിയിട്ടില്ല. ഒരു അറ്റം വേണ്ടേ? അകന്നുകൊണ്ടിരിക്കുക. ഈ 2,60,000 കോടി കൊല്ലം അപ്പുറത്തുള്ള നക്ഷത്രത്തെ കണ്ടു എന്ന് പറയും. അതിന്റെ അപ്പുറത്തൊന്നും ഇല്ലേ? അപ്പൊ സയന്റിസ്റ്റുകൾ പറയാൻ അതിന്റെ അപ്പുറത്ത് കാണാൻ പറ്റുന്നില്ല. അത്ര വരെ നമുക്ക് കാണുന്നുണ്ട്, അതിനപ്പുറത്തേക്കുള്ളത് കാണാൻ പറ്റുന്നില്ല. അവസാനിച്ചോ? ഇല്ല, അതിനപ്പുറത്തേക്കും ലോകമുണ്ട്, പ്രപഞ്ചമുണ്ട്. എത്രയാണ് അള്ളാഹുവിൻ്റെ ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം! അതിൻ്റെ ഇടയ്ക്ക് ഈ ഭൂമി എന്നൊക്കെ പറഞ്ഞ ഒരു മണൽത്തരിൻ്റെ അത്രയല്ലേ കാണൂ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ അതിൽ തന്നെ 2/3 ഭാഗം വെള്ളമാണ്. അതിൽ തന്നെ കുറേ ഭാഗം കാടായിട്ട് പോയി. പിന്നെ മനുഷ്യന്മാർ താമസിക്കുന്ന സ്ഥലം വളരെ കുറച്ചാ. ആ ഒരു ഭൂമിക്ക് വേണ്ടിയേ നമ്മൾ ഉമ്മാനോട് തെറ്റണത്, വാപ്പാനോട് തെറ്റണത്, ആങ്ങളയോട് തെറ്റണത്, പെങ്ങളോട് പിണങ്ങണത്. ഈ ഒരു
നിസ്സാര ഭൂമിക്ക് വേണ്ടി അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ അള്ളാഹു വാരിക്കോരി വെച്ചിരിക്കുകയാണ്. പ്രപഞ്ച ലോകം വലുതാണ്. അത് കാണുമ്പോഴേ ഈ ഭൂമിയുടെ നിസ്സാരത നമുക്ക് മനസ്സിലാവുള്ളൂ. എന്തിനാ അത് പറയുന്നറിയോ? മനുഷ്യനെ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്നതാണ്. ഒന്ന് കണ്ണു തുറന്ന് മേലോട്ട് നോക്കിയാൽ ഈ പ്രപഞ്ചമൊക്കെ എങ്ങനെ ഉണ്ടായി? ആരിത് സൃഷ്ടിച്ചു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അതാ റളിയല്ലാഹു അൻഹുവും അവരുടെ കൂട്ടുകാരനും അള്ളാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന് ശേഷം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ചെന്ന് കണ്ട അനുഭവമുണ്ടല്ലോ. ബീവിയോട് ചോദിച്ചു, യാ ഉമ്മനാ ഉമ്മൽ മുഅ്മിനീൻ, ഞങ്ങളുടെ മാതാവായ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അങ്ങ് ഞങ്ങളോടൊന്ന് പറഞ്ഞു തരുമോ? അഖ്ബിരീന അൻ അഅജബി ശൈഇൻ റഅയ്തീഹി മിർ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ജീവിക്കുന്ന കാലത്ത് നബി തങ്ങളുടെ കൂടെയുള്ള ജീവിതത്തിൽ അങ്ങേക്ക് മറക്കാൻ കഴിയാത്ത, ബീവിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരനുഭവം, അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോ ആകാശലോകങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കാൻ അള്ളാഹു പറഞ്ഞ ആയത്തിറങ്ങിയ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊട്ടിക്കരഞ്ഞ ഒരു സംഭവമാണ് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞത്. ആദ്യം കൊടുത്ത മറുപടി, കുല്ലു അംരിഹി കാന അജബാ, എന്റെ ഹബീബിന്റെ ജീവിതം മുഴുക്കയും അത്ഭുതമായിരുന്നു, എല്ലാം അത്ഭുതമായിരുന്നു. എന്താ ഞാൻ പറയാം? പക്ഷേ ഒരു രാത്രി എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ റൂമിലേക്ക് കയറി വന്ന് അല്ലാഹുവിന്റെ ഹബീബ് എന്നോട് പറഞ്ഞു, ദഈനി ദഈനി യാ ആയിഷ അതഅബ്ബദു ലിറബ്ബി. ആയിഷ, ഇന്നു രാത്രി തമാശ പറയാൻ ഞാനില്ല. ആയിഷ, ഇന്നു രാത്രി ഞാൻ അല്ലാഹുവിന് വേണ്ടി ഇബാദത്ത് ചെയ്തോട്ടെ, നിങ്ങൾക്ക് വിഷമൊന്നുമില്ലല്ലോ, നിങ്ങൾക്ക് പൊരുത്തക്കേടൊന്നുമില്ലല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഉഹിബ്ബു മാ തുഹിബ്ബു യാ റസൂലല്ലാഹ്, അങ്ങയുടെ ഇഷ്ടം എന്താണോ അതുതന്നെയാണ് എൻ്റെ ഇഷ്ടം. അങ്ങേക്ക് നിസ്കാരമാണെങ്കിൽ എനിക്കൊരു പ്രയാസവുമില്ല, അങ്ങ് നിസ്കരിച്ചോളൂ നബിയെ. ഖാമ ഫതവല്ലഅ, നബി തങ്ങൾ വുദു എടുത്തു, അവിടെ നിന്ന് നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം 2 റക്അത്തായിരുന്നു. ആ 2 റക്അത്ത് കഴിഞ്ഞപ്പോഴേക്കും സുബ്ഹിയുടെ ബാങ്ക് വിളിക്കാൻ സമയമായി. അവിടുന്ന് കരയുന്നത് ഞാൻ അറിഞ്ഞു. അവിടുത്തെ ഖൽബിനൊരു തേങ്ങലുണ്ടായി. റുകൂഇൽ ഒരുപാട് നേരം അവിടുന്ന് കരയുന്നു. ഇഅ്തിദാലിലേക്ക് സമിഅ അല്ലാഹു ലിമൻ ഹമിദ. രാത്രി നേരത്ത് എല്ലാവരും കിടന്നുറങ്ങുന്ന, കൂർക്കം വലിച്ചുറങ്ങുന്ന നേരത്ത് ലോകത്തിന്റെ ഗുരു അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുമ്പോഴും കരയുകയായിരുന്നു. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വരുന്നു. മാ യുബ്കീക യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മീ, നബിയേ, എൻ്റെ ഉമ്മയും ഉപ്പയും അവരുടെ ജീവനേക്കാളും വലുത് അങ്ങയുടെ ജീവനാണ്. എന്തിനാണ് നബിയെ അങ്ങ് കരയുന്നത്? അങ്ങയെ കരയിപ്പിച്ച വസ്തുത എന്താണെന്ന് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്ത കഥയാണ് ആയിഷ ബീവി പറയുന്നത്. യാ ബിലാൽ ഉൻസിലത് അലയ്യ ലൈല ആയ, അല്ലാഹു എനിക്കൊരു ആയത്ത് ഇറക്കി തന്നിരിക്കുന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, മൻ ഖറഅഹാ വലം വൈലുൽ ലിമൻ ഖറഅഹാ വലം യതഫക്കറു ഫീഹാ. ആ ആയത്തുകൾ ചിന്തിക്കാതെ വെറുതെ ഓതിപ്പോകുന്ന ആളുകൾക്ക് ശിക്ഷയുണ്ടാകുമെന്ന് അല്ലാഹു എന്നെ അറിയിച്ചിരിക്കുന്നു ബിലാലെ. ഞാനത് ഓർത്തുകൊണ്ട് കരയുകയായിരുന്നു, ചിന്തിക്കുകയായിരുന്നു. സൂറത്ത് ആലി ഇംറാനിലെ അവസാന ഭാഗമാണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار.
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള്, തീർച്ചയായും ആകാശഭൂമികളെ പടച്ചതിലുണ്ട്. ആകാശഭൂമികൾ, പ്രപഞ്ചം എന്ന് സൂചിപ്പിക്കാൻ ഖുർആനിന്റെ ഒരു ശൈലിയാണത്. പ്രപഞ്ചം എന്നാണ് ഇതിനർത്ഥം. അൽ ആലം ബി അസ്രിഹി, ലോകം ഒന്നാകെ എന്നാണ് ഇതിനർത്ഥം. സമാവാതു വൽ അർള്, ആകാശ ലോകങ്ങളെയും ഭൂമിയെയും പടച്ചതിലുണ്ട്. ഭൂമിക്കൊരു പ്രത്യേകത ഉണ്ടെന്നാണ്, മറ്റു ഗ്രഹങ്ങളെ പോലെയല്ല. വൽ അർള വദഅഹാ ലിൽ അനാം, മനുഷ്യ ജീവന്, സൃഷ്ടിപ്പിന്, ജീവജാലങ്ങൾക്ക് സവിശേഷമായി അള്ളാഹു ഇറക്കിയതാണ്, സംവിധാനിച്ചതാണ് ഭൂമി എന്നാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവം പറഞ്ഞു കൊടുത്തത് ഈ ആയത്തുകൾ ഇറങ്ങിയ രാത്രിയാണ്. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വരുന്നതിലും ഉണ്ട്. ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ആളുകൾക്ക് ഒരുപാട് പാഠങ്ങളുണ്ട്. എന്താണ് ഈ രാത്രി? നമ്മൾ ഇരുട്ടത്തിരിക്കുകയാണ്. നമ്മൾ കത്തിച്ചു വെക്കുന്ന ചില വെളിച്ചമേ ഉള്ളൂ. സൂര്യൻ ഉദിച്ചാൽ ഈ കല്ലിന്റെ ഉള്ളിലേക്ക് വരെ വെളിച്ചം കിട്ടും. നമ്മൾ എത്ര ലൈറ്റ് കത്തിച്ചു വെച്ചാലും ഈ ഹോളുകളിലേക്ക്, മടകളിലേക്ക്, പൊത്തിലേക്കൊക്കെ വെളിച്ചം കിട്ടുമോ? ഇല്ലല്ലോ. ഒരുപാട് ലൈറ്റ് ഉണ്ടാക്കണ്ടേ? എത്ര ഉണ്ടാക്കും നമ്മൾ. ചില സ്റ്റേഡിയങ്ങളൊക്കെ അല്ലെങ്കിൽ നല്ല ലൈറ്റ് കാണും, സ്റ്റേഡിയത്തിന്റെ ഇപ്പുറത്ത് ഇരുട്ടായിരിക്കും, അതിന്റെ തൊട്ടിപ്പുറത്തെ മതിലിലേക്ക് വരെ അതിന്റെ വെളിച്ചം കിട്ടൂല. മനുഷ്യൻ അള്ളാഹുവിന്റെ വെളിച്ചം നഷ്ടമായാൽ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ വെളിച്ചം കത്തിച്ചു വെക്കും. അത് അള്ളാഹുവിന്റെ വെളിച്ചത്തോളം എത്തുന്നില്ലല്ലോ. നമ്മൾ ആലോചിച്ച് നോക്കി, ഈ രാവുണ്ടാകുന്നത് എങ്ങനെയാണ്, പകലുണ്ടാകുന്നത് എങ്ങനെയാണ്, ഭൂമിയുടെ ചലനം, സൂര്യൻ്റേത്, ചന്ദ്രൻ്റേത് കൃത്യമായ രേഖയിൽ അള്ളാഹു ഇതിനെ സംവിധാനിച്ചത് കൊണ്ടല്ലേ രാവും പകലൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ ചൊവ്വയിലേക്ക് പോകുന്നതിനെ കുറിച്ച് സ്വപ്നം കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 24 മണിക്കൂർ സൈക്കിൾ ഇല്ല. നമ്മുടെ മരുന്നിനൊക്കെ ഡോക്ടർമാർ പറയില്ലേ, ദിവസം ഒരു ഗുളിക, ഒരു ദിവസം 2 ഗുളിക എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ ക്ലോക്കിലാണ് നമ്മുടെ ശരീരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ 24 മണിക്കൂർ അല്ല ദിവസം. സൂര്യാസ്തമയും സൂര്യോദയവും ഇനി അവിടെ ചെന്നാൽ കാണാൻ കഴിയില്ല. അവിടെ കാറ്റില്ല, അവിടെ മഴയില്ല, കാലാവസ്ഥയില്ല, പൂക്കളുണ്ടാവില്ല, ചെടികളില്ല, പക്ഷികളില്ല, സമുദ്രമില്ല. വെള്ളത്തിന്റെ ചില ട്രേസസ് കണ്ടു എന്ന് തോന്നുന്നു, അത്ര പറയുന്നത്. മത്സ്യമില്ല, പച്ചക്കറി കിട്ടൂല, മാംസമില്ല, കൃഷിയില്ല. രാവും പകലും അങ്ങനെയൊന്നും കാണാനില്ല. പകലാണെങ്കിൽ പകൽ തന്നെ, രാവാണെങ്കിൽ രാവ്. ഓക്സിജൻ ഉണ്ടോ? അതുമില്ല. ഓക്സിജന്റെ ബാഗ് വിട്ട് പോകണം, അതിനെങ്ങാനൊരു ഓട്ടായ കഴിഞ്ഞ അവിടെ മയ്യത്തായി വീടും ചെയ്യും. ഇങ്ങനത്തെ ഒരു ലോകത്തെക്കുറിച്ച് നമ്മൾ വെറുതെ പറയുന്നത്. എത്രയോ കോടികൾ ചെലവഴിക്കുന്നത്. പഠനം നല്ലതാണ്, പക്ഷെ നമുക്ക് താമസിക്കാൻ അല്ലാഹു ഉണ്ടാക്കി വെച്ചത് ഭൂമിയാണ്. അതുകൊണ്ടാണ് വൽ അർള, വൽ അർള, അല്ലാഹു വലഅൽ അർള ലിൽ അനാം എന്നല്ല പറഞ്ഞത്, വൽ അർള വലഅഹാ ലിൽ അനാം, the earth and he placed it for the living species. ജീവിക്കുന്ന ജീവനുള്ള വസ്തുക്കൾക്ക് വേണ്ടി ഭൂമിയെ ജീവികൾക്ക് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചു. അങ്ങനെ പറഞ്ഞത്, ജീവികൾക്ക് വേണ്ടി ഭൂമിയെ സൃഷ്ടിച്ചു എന്നാ പറയേണ്ടത്. പക്ഷെ അള്ളാഹു ആദ്യം ഉപയോഗിച്ചത് വൽ അർള, ഭൂമിയെ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. ഭൂമി, അതിനെ നമ്മൾ വെച്ചത് ജീവനുള്ള സാധനങ്ങൾക്ക് ജീവിക്കാനുള്ള സ്ഥലമായിട്ടാണ്. ഇങ്ങനെ വേറൊരു ഗ്രഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഉണ്ടാകാം, അന്വേഷണങ്ങൾ നടക്കട്ടെ, അന്വേഷിച്ചോട്ടെ, പഠനങ്ങൾ നടക്കട്ടെ. പക്ഷേ ഖുർആനിന്റെ ഭാഷയിൽ പ്രപഞ്ചത്തിന് ഒരു സെൻട്രാലിറ്റി ഉണ്ടാകും, ഒരു മധ്യമുണ്ടാകും. അതെവിടെയാണ് നമുക്കൊന്നും അറിയില്ല. താരസമൂഹങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഏത് താരസമൂഹമാണ് ഇതിന്റെ സെന്റർ, അതൊന്നും മനുഷ്യന് പറയാൻ കഴിയുന്നില്ല. പക്ഷെ ഖുർആനിന്റെയും ഹദീസിന്റെയും ഭാഷയിൽ ഭൂമിക്ക് ഒരു സെൻട്രാലിറ്റി ഉണ്ട്. ഭൂമിയെ ഒരു കേന്ദ്രമായിട്ടാണ് അല്ലാഹു അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൊക്കെ വിവരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സയൻസ് കണ്ടെത്തിക്കോട്ടെ, നമ്മുടെ ക്ലെയിം അല്ല, നമ്മുടെ പ്രമാണങ്ങളിൽ ഇങ്ങനെയാണ് കാണുന്നത്. അത് പറയാലോ. പ്രപഞ്ചത്തിന്റെ കേന്ദ്രം ഭൂമിയാന്ന് പറഞ്ഞ് ഒരു പക്ഷേ വിമർശകന്മാരായ ആളുകൾ പൊട്ടിച്ചിരിച്ചേക്കാം. അതല്ല, അങ്ങനെ ഒരു സെൻട്രാലിറ്റി ഉണ്ടെങ്കിൽ സയൻസ് പറയണം. ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് പറയണമെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഒരു അതിര് കിട്ടണം. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ പറയുന്നു, നമ്മുടെ ഗ്രന്ഥങ്ങളിൽ, വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഭൂമിയെ വളരെ ഇമ്പോർട്ടൻസോടുകൂടെ തന്നെയാണ് അള്ളാഹു അവതരിപ്പിച്ചത്. അതുകൊണ്ട് അതിനൊരു പ്രത്യേകതയുണ്ട്.
ഒരുപക്ഷെ അത് കേന്ദ്രമായിരിക്കാം. ആ കേന്ദ്രബിന്ദു ഒരു പൊടി പോലെ അത്രയും ചെറുതായിരിക്കാം പ്രപഞ്ചത്തിൽ. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ ഭൂമിയെ സംവിധാനിച്ചതിൽ വലിയ അത്ഭുതങ്ങളുണ്ട്. ഖുർആൻ പറയാൻ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ചില ബുദ്ധിമാനികൾ, അവർക്ക് പാഠങ്ങളുണ്ട്. ദൈവത്തെ നിഷേധിക്കുന്നവർക്കല്ല. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ് ബുദ്ധിമാനികൾ. എന്നിട്ടവർ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് പറയുന്നു, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവായവനെ, മാ ഖലഖ്ത ഹാദാ ബാതിലാ, അല്ലാഹുവേ നീ പ്രപഞ്ചത്തെ വെറുതെ പടച്ചതല്ലല്ലോ. ഫഖിനാ അദാബന്നാർ, ഞങ്ങളെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണമേ എന്ന് പറഞ്ഞ് രാവുകളിൽ പകലുകളിൽ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കടന്നുകൊണ്ടും കണ്ണുനീർ വാർത്തുകൊണ്ട് ചിന്തിക്കുന്നവരാണ് അള്ളാഹുവിന്റെ ബുദ്ധിമാനികളെന്ന് അള്ളാഹുവിന്റെ ഹബീബിന് വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ആശയം കൈമാറുമ്പോൾ, ആ രാത്രിയിൽ ഈ ആയത്തുകൾ ഇറങ്ങിയ രാവിനെ കുറിച്ചാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത്ഭുതത്തോടെ പറയുന്നത്, എൻ്റെ ഹബീബിന്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് മറക്കാൻ കഴിയാത്ത ഒരനുഭവമുണ്ടെങ്കിൽ ഈ ആയത്തിറങ്ങിയ രാവാണ്. ബിലാലേ, വൈലുൻ അലാ മൻ ഖറഅഹാ വലം യതഫക്കറു ഫീഹാ. ഈ ആയത്തുകളെ വെറുതെ ഓതുകയും നല്ല ഈണത്തിലും രാഗത്തിലും നമ്മൾ ഓതിപ്പോകുമ്പോഴും ചിന്തിക്കാനും അർത്ഥമറിയാനും കഴിയുന്ന ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ പോയാൽ, അർത്ഥമറിയാത്തവരെന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവർക്ക് എക്സ്ക്യൂസ് ഉണ്ട്, അവർക്കതിലൊരു ഒഴിവ് കഴിവുണ്ട്, അല്ലാഹ് മാപ്പാക്കി കൊടുക്കും. അർത്ഥമറിയുന്നവർ, ചിന്തിക്കാൻ കഴിയുന്നവർ, ഖുർആനിന്റെ ആശയങ്ങൾ അറിയുന്നവർ ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാതെ പോയാൽ അവർക്ക് ശിക്ഷയുണ്ട് എന്ന് അല്ലാഹു എന്നോട് പറഞ്ഞതിൽ പിന്നെ ഈ രാവിൽ ഞാൻ പ്രപഞ്ച രഹസ്യങ്ങളെ ഓർത്ത് ചിന്തിക്കുകയായിരുന്നുവെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹു ദഅവത്തിന്റെ ഉത്തരവാദിത്വം എൻ്റെ ചുമലുകളിൽ ഏൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ എൻ്റെ സമയത്തിന്റെ വലിയൊരു ഭാഗം ആകാശ ലോകത്തേക്ക് നോക്കിയിരിക്കാൻ ഞാൻ സമയം കണ്ടെത്തുമായിരുന്നുവെന്ന് ഹബീബ് പറയുന്നത്, പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കാനും മനുഷ്യന്റെ ബുദ്ധി ഉപയോഗപ്പെടുത്താനും പ്രപഞ്ച സൃഷ്ടാവിന്റെ മഹിമയെ, അള്ളാഹുവിന്റെ അളമത്ത്, അള്ളാഹുവിന്റെ ജലാല്, അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഇതിനോളം വലിയൊരു പുസ്തകം വേറെയുണ്ടോ? മുഅ്മിനീങ്ങൾ അള്ളാഹുവിനോർത്ത് കരയുന്നാണ്, സന്തോഷം കൊണ്ട്, പേടികൊണ്ട്, ഭയം കൊണ്ട്. അതുകൊണ്ടാണ് മഹാന്മാർ പറയുന്നത്, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് മരിച്ചുപോയ കബന്ധങ്ങളെ, മരിച്ചുപോയ മയ്യിത്തുകളെ, ശവശരീരങ്ങളെ, ആ മയ്യിത്തുകളെല്ലാം മണ്ണായി മാറിക്കഴിഞ്ഞാൽ രണ്ടാമതൊരു പുനർജന്മം നൽകുന്നതിന് അള്ളാഹുവിന് എന്ത് തടസ്സമാണുള്ളത്? അഖൽഖുസ് സമാവാതി വൽ അർദ് അശദ്ദു മിൻ ഖൽഖിഹിൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പാണോ മനുഷ്യന്റെ സൃഷ്ടിപ്പിനേക്കാൾ വലുത്? മനുഷ്യ സൃഷ്ടിപ്പ് എത്ര നിസ്സാരമാണ്. നക്ഷത്രങ്ങളുടെ വലുപ്പത്രയാന്നാ, ഈ കാണുന്ന ചെറുതല്ലല്ലോ. ഭൂമിയെക്കാളും എത്രയോ ഇരട്ടി വലുപ്പമുള്ള സാധനങ്ങൾ ആകാശത്ത് നമ്മൾ ചെറിയ സാധനമായി കാണുന്നത്. അത്ര ദൂരത്ത് അല്ലാഹു കൊണ്ടുപോയി വെച്ചു. എല്ലാ നക്ഷത്രങ്ങൾക്കും സൂര്യന്റെ വലുപ്പമാണെങ്കിൽ ആകാശത്തിന് വല്ല രസമുണ്ടാവുക കാണാൻ? സങ്കല്പിച്ചു നോക്കി. ഒക്കെ വലിയ പാത്രത്തിന്റെ വട്ടത്തിലുള്ള സാധനങ്ങളായിട്ടാണ് കാണുന്നത് നക്ഷത്രങ്ങളെങ്കിൽ ആകാശത്തിന് വല്ല ഭംഗിയും കാണുമോ? അതാ ചെറിയ മിന്നാമിനുങ്ങ്. ആ തീമ പിന്നെ റോൾസ് റോയ്സിന്റെ ഉള്ളിലൊക്കെ പിന്നെ അപ്ലൈ ചെയ്യുന്നത് വലിയ കാറുകളുടെ, എക്സ്പെൻസീവ് കാറുകളുടെ. ആകാശലോകത്തെ നൈറ്റ് ലൈഫ് എങ്ങനെയാണോ അതുപോലെ തോന്നത്തക്ക വിധം റൂഫുകളൊക്കെ നക്ഷത്രം മിന്നുന്ന പോലെ കണ്ടിട്ടില്ലേ? ചിലൊക്കെ അങ്ങനെ ഓൾട്ടർ ചെയ്യാറുണ്ട് വണ്ടികളൊക്കെ. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ ഒരു ഭംഗിയാണത്. എത്ര ദൂരത്താണിത് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ഇതൊക്കെ നമുക്കാകെ തമ്മിൽ തല്ലാനും അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാനും കുറ്റം പറയാനും ഇത്രയല്ലേ സമയമുള്ളൂ. നമ്മുടെ ചിന്തകൾ അള്ളാഹുവിന്റെ വഴിയിലേക്ക്, പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ആലോചനകളായി നമുക്ക്
അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയവും സന്ദർഭവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. അങ്ങനെ ആവരുത്. ജീവിതത്തിൽ മടുപ്പ് വരാതിരിക്കണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തകൾ വേണം. ജീവിതം ബോറടിക്കാതിരിക്കണമെങ്കിൽ ഖാലിഖായ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. അസ്മാഉൽ ഹുസ്നയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴേ ജീവിതം ബോറടിക്കാതിരിക്കും. അല്ലെങ്കിൽ 40-45 വയസ്സായ പിന്നെ ബോറാണ് ജീവിതം. അങ്ങനെ എന്താ ഈ കഴിഞ്ഞ് തന്നെ കഴിഞ്ഞു, എന്താ ജീവിതമൊക്കെ അവസാനിച്ചു, ആരോഗ്യം തീർന്നു, കുട്ടികളും മക്കളൊക്കെ അവരെ കെട്ടിച്ചു, ഇനിയിപ്പോൾ ഇങ്ങനെ പോകുന്നു, മരിക്കണ വരെ ഒരു നടത്തം. അങ്ങനെയല്ല, പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും പുതിയ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. പഠനം മൻഹൂമാനി ലാ യശ്ബഅൻ, രണ്ടുപേർക്ക് വയറ് നിറയാറില്ല. അതിലൊന്ന് ത്വാലിബു മാലിൻ വത്വാലിബു ഇൽമിൻ, സമ്പത്തിന്റെ പിന്നാലെ പോകുന്ന ഒരാൾക്ക് വയറ് നിറയൂല. പിന്നെ പറഞ്ഞു നിബിതങ്ങൾ, വിജ്ഞാനത്തിന്റെ പിറകിൽ പോകുന്ന ഒരാൾ, അറിവ് ലഭിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരാൾ, അവർക്ക് മടുപ്പ് വരൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ചുള്ള അറിവ് നൽകി നമ്മുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു വെളിച്ചവും പ്രഭയും ഈമാനിന്റെ കരുത്തും അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ പഠിക്കുന്ന പഠനം, അവരുടെ സ്കൂളുകൾ, അവരുടെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ, അവരുടെ കോളേജ്, അവരുടെ യൂണിവേഴ്സിറ്റികളൊക്കെ അവർ നടത്തുന്ന പഠനങ്ങൾ, ആ പഠനങ്ങളിലൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യവും പ്രപഞ്ച സൃഷ്ടാവിന്റെ മഹത്വവും അവര് ലാബിൽ ഒരു കെമിക്കൽ അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ കെമിക്കൽ ഇങ്ങനെ ട്രാൻസ്ഫോം ആവാം, അതിന്റെ നാച്ചുറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന് ചേഞ്ചസ് വരുന്നു, മറ്റൊന്നുമായി കൂടിച്ചേരുമ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ ആര് ചെയ്തു വെച്ചു? There should be a masterminds, an intelligent engineering, വളരെ അത്ഭുതകരമായ ഒരു എഞ്ചിനീയറിംഗ് ഇതിന്റെ പിന്നിൽ വേണമല്ലോ. ഇത് ആര് ചെയ്തു വെച്ചതാണ്? സൃഷ്ടാവായ അല്ലാഹു അല്ലാതെ. ഇത് ചിന്തിക്കുന്നിടത്താണ് നമ്മൾ വിജയിക്കുന്നത്. എല്ലാറ്റിലും അള്ളാഹുവിനെ കാണാൻ കഴിയണേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു മഹോന്നതനാണ്. എന്നിട്ട് പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, അറിവുള്ള ആളുകളാണ്, ജ്ഞാനമുള്ളവരാണ്, പണ്ഡിതന്മാരാണ് അള്ളാഹുവിനെ ശരിക്കും ഭയപ്പെടുന്നത്. ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ, സൂറത്ത് ഫാത്തിർ. അറിവുള്ളവരാണ്, ജ്ഞാനമുള്ളവരാണ്, പണ്ഡിതന്മാരാണ്, പാണ്ഡിത്യമുള്ളവരാണ്, സയൻസ് പഠിച്ചവര്, ഖുർആൻ പഠിച്ചവര്, ദീൻ പഠിച്ചവര്, പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് അറിയുന്നവർ, അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയവർ, റബ്ബിന്റെ സിഫാത്തുകളെ കുറിച്ച് പഠിച്ചവർ, അവർക്കാണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ കഴിയുന്നത്. ഭയപ്പെടുക എന്നത് അതൊരു ന്യൂനതയല്ല, അതൊരു നന്മയാണ്. ആ നന്മ നമ്മുടെ പരലോക വിജയത്തിന്റെ നിദാനമാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയപ്പാട്. തങ്ങൾ പറയുമായിരുന്നു, അന അഅലമുകും ബില്ലാഹി വഅശദ്ദുകും ലഹു ഖശിയ, നിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിയുന്നത് ഞാനാണ്. തങ്ങൾ പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അന അഅലമുകും ബില്ലാഹ് വഅശദ്ദുകും ലഹു ഖശിയ, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നതും ഞാൻ തന്നെയാണ്. 63 വയസ്സെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന് കാര്യമായ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അവര് ലോകത്തോട് വിട പറയുമ്പോ കുടവയറ് നബി തങ്ങൾക്കുണ്ടായിരുന്നില്ല, ശരീരത്തിന് കാര്യമായ ഒരു അസുഖവും ഉണ്ടായിരുന്നില്ല. ഏതാനും 10-20 രോമങ്ങളെ അവിടുത്തെ താടിയിലും തലയിലുമായി നബി തങ്ങൾക്ക് നരബാധിച്ചിരുന്നുള്ളൂ. എന്നിട്ടും അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലിൽ നീര് വന്ന് വീർത്തിരുന്നു എന്ന് അവിടുത്തെ കാലുകളിൽ നീര് വന്നിരുന്നു. രാത്രികാലങ്ങളിൽ ദീർഘനേരം നിന്ന് നിസ്കരിച്ചതിന്റെ പേരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എന്ന ചെറുപ്പക്കാരിയായ ഹബീബിന്റെ ഭാര്യ ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട്, ലിമ തഫഅലു ഹകദാ വഖദ് ഗഫറല്ലാഹു ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ. നബിയേ, അങ്ങ് പാപമോചിതരല്ലയോ? പാപങ്ങൾക്കിടയിൽ അല്ലാഹു മറയിട്ടിട്ടില്ലേ? അങ്ങ് മഅസൂമല്ലയോ നബിയേ? പാപങ്ങളില്ലാത്ത അങ്ങ് ഇത്ര നേരം കാലിൽ നീര് വന്ന് നിൽക്കാൻ മാത്രം ഇത്രയും കഷ്ടപ്പെടേണ്ടതുണ്ടോ നബിയേ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോഴേ നോക്കണേ, ഒറ്റക്കുള്ള നിസ്കാരമാണ്, ദീർഘമായ നിസ്കാരം. തറാവിഹൊക്കെ നമ്മുടെ നാട്ടിൽ അരമണിക്കൂർ 3/4 മണിക്കൂറിൽ ഏറെക്കൊരു ഇമാമ് നിന്നാൽ ആ ഇമാമിനെ പിറ്റത്തെ കൊല്ലം നിർത്തൂല, ഉറപ്പാണ്. അപ്പം തന്നെ പിരിച്ചുവിടും. പെരുന്നാൾ കഴിഞ്ഞാൽ ഇയാൾ കുറച്ച് ഓവറാണെന്ന് പറയും അല്ലേ. സുബ്ഹാനല്ലാഹ്, നമ്മളത് ആനന്ദിക്കാത്തത് കൊണ്ടാണ്. കളി ഇങ്ങനെ കണ്ടിരിക്കില്ല, നിന്നിട്ടൊക്കെ ഇങ്ങനെ കളി കാണില്ലേ ആൾക്കാർ. ഇനി ഫൈനലൊക്കെ വന്നാൽ എന്തായിരിക്കും മാമാങ്കം, അല്ലാഹു അലം.
കാലിൽ വേദന അറിയില്ല, വിശപ്പ് അറിയില്ല, വെള്ളം വേണ്ട, വെളിച്ചം വേണ്ട, ഭക്ഷണവും വേണ്ട, ഉറക്കമില്ല. ആവേശത്തോട് ആവേശം. ഈ ആവേശം അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടും ദീനിനോടുമാണെങ്കിൽ ദീനിൻ്റെ ഒരു മധുരമുണ്ട് മുഅ്മിനെ, അതറിഞ്ഞാൽ നിങ്ങൾ വിടൂല. വല്ലാഹി ലൗ അലിമൽ മുലൂകു വഅബ്നാഉൽ മുലൂകി മാ നഹ്നു ഫീഹി ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്. ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ പറയാം, നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം എത്രയാണെന്ന് ഫക്കീറായി ജീവിച്ച ഒരു അള്ളാഹുവിൻ്റെ റബ്ബാനിയായ ആലിമാൻ സാഹിദാൻ ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ, നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം രാജാക്കന്മാരോ രാജകുമാരന്മാരോ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മളിൽ നിന്ന് ആ സന്തോഷം പിടിച്ചു വാങ്ങാൻ വേണ്ടി അവർ വാളെടുത്ത് യുദ്ധം ചെയ്യാൻ വന്നേനെ എന്ന് മഹാനവറുകൾ പറയുമ്പോൾ പീഡികത്തിണ്ണയിലാണ് അവർ കിടന്നുറങ്ങിയത്. പക്ഷേ അള്ളാഹുവിൻ്റെ ചിന്തയിൽ ജീവിക്കുന്ന ഒരു കാലം, അതിന് കിട്ടുന്നൊരു ആനന്ദം പേടിയില്ല, ഭയമില്ല, നിർഭയത്വമാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി മാത്രമേ ഉള്ളൂ, ബാക്കിയൊന്നും ഭയമില്ല. ലജാലദൂനാ അലൈഹി ബിസ്സുയൂഫ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതുകൊണ്ടാണ് ഹബീബിനോട് ചോദിച്ചത്, ഇത്ര നേരം കാലിൽ നീര് വന്ന് വീർക്കാൻ മാത്രം നബിയെ ഇത് ചെയ്യേണ്ടതുണ്ടോ? അതിന് അല്ലാഹുവിൻ്റെ റസൂൽ കൊടുത്ത മറുപടി എന്താണ്? വല്ലാത്തൊരു ചോദ്യമാണിത്. ഇത്ര വേണോ നബിയെ? യാ ആയിഷ അവലാ ഉഹിബ്ബു അൻ അകൂന അബ്ദൻ ശകൂറാ. നന്ദിയുള്ള ഒരു അടിമയാവണ്ടയോ ആയിഷ ഞാൻ? അല്ലാഹുവിന് നന്ദി ചെയ്യേണ്ടയോ? ശിബ്ത യാ റസൂലല്ലാഹി ഖബ്ലൽ മശീബ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ നരബാധിക്കുന്ന ഒരു പ്രായമാകുന്നതിന് മുമ്പ്, അന്നൊക്കെ 60 കഴിഞ്ഞ് 70ഓളം ആകണം നരബാധിക്കാൻ, എന്നങ്ങനെയാണ്. ശിബ്ത ഖബ്ലൽ മശീബ് യാ റസൂലല്ലാഹ് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിനെ നോക്കി പറഞ്ഞപ്പോഴാണ് ശയ്യബതിനി ഹൂദുൻ വഖവാതുഹാ. സൂറത്തു ഹൂദും സൂറത്തുൽ വാഖിഅയും സൂറത്തുൽ മുർസലാത്തുൻ വഅമ്മ യതസാഅലൂൻ ഇദശംസു കുവ്വിറത് സൂറത്തു ശംസ്. ഈ സൂറകളുടെ ആശയം കൊണ്ടാണ് എനിക്ക് നരബാധിച്ചത് സിദ്ദീഖേ. ഇത് പരലോകം പഠിപ്പിക്കുന്ന ആയത്തുകളാണ്, ലോകത്തിന്റെ അന്ത്യത്തെ സംബന്ധിച്ച് പറയുന്ന വിവരണങ്ങളാണ്, ഖിയാമത്തിന്റെ സംഭവങ്ങളല്ലേ ആ പറയുന്നത്. ഞാനത് ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് പേടി വന്നതിൻ്റെ പേരിൽ എനിക്ക് ഭയപ്പാടുകൊണ്ട് നരബാധിച്ചതാണെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഒരു സുഹാബിയെ മറവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സുഹാബിമാർ ഒരുപാട് ആളുകൾ അവിടെ കൂടി നിൽക്കുന്നുണ്ട്. എന്തിനാണ് ഇവരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, നബിയേ ഇജ്തമഉ അലാ ഖബ്രി യഹ്ഫിറൂന. ഒരു ഖബർ കുഴിക്കുകയാണ്, ഒരാൾ മരണപ്പെട്ടതാണ് നബിയേ. فانطلق رسول الله صلى الله عليه وسلم وبدر من بين إخوانه. ഹബീബിന്റെ സ്വഹാബികൾക്കിടയിൽ നിന്ന് ആ ഖബറിന്റെ അരികത്തേക്ക് നബി തങ്ങൾ ഓടിച്ചെല്ലുന്നു. ആ ഖബറിലേക്ക് ഇങ്ങനെ നോക്കുന്നു, ആ കുഴിയിലേക്ക് നോക്കിയിട്ട് ഹത്താ ബല്ലഥറാ മിൻ ജുമൂഇഹി. ഹബീബിന്റെ കണ്ണുനീര് കൊണ്ട് ആ മണ്ണ് പോലും നനഞ്ഞു പോയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഐ ഇഖ്വാനി ലിമിസ്ലി ഹാദൽ യൗമി ഫഅഇദ്ദു. എൻ്റെ സഹോദരങ്ങളെ, ഈ ഒരു ദിവസത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഒരുങ്ങേണ്ടത്. ഈ വീട്ടിലേക്ക് കയറിക്കൂടാനാണ് നിങ്ങൾ ഒരുങ്ങേണ്ടത്. ദുന്യാവിലെ ഭൂമിയിലെ വീടുകൂടലിന് എത്രയാണ് നമ്മൾ ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരുക്കങ്ങളെക്കാളൊക്കെ നമ്മൾ ഒരുങ്ങേണ്ടത് സുനിശ്ചിതമായ ഖബർ എന്ന വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ, ആ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ നമ്മുടെ കൈകളിൽ എന്താണുള്ളത്? അള്ളാഹുവിനുള്ള കുറച്ച് കടങ്ങളല്ലാതെ പടച്ചതമ്പുരാന് സമ്മാനമായി കാഴ്ചവെക്കാൻ എന്തെങ്കിലും തുഹ്ഫകൾ, സമ്മാനങ്ങൾ നമ്മുടെ കൈകളിലുണ്ടോ? യാ ഇഖ്വാനി, ഐ ഇഖ്വാനി, എൻ്റെ സഹോദരങ്ങളെ, ലിമിസ്ലി ഹാദൽ യൗമി ഫഅഇദ്ദു. ഈ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ദിവസത്തിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? ചിരികൾ അവസാനിക്കും, സന്തോഷങ്ങളെല്ലാം പൊലിയും, വീട്ടുകാർ കണ്ണുനീർ വാർക്കും നിങ്ങളെ ഓർത്ത്. 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ അവർ മെല്ലെ മെല്ലെ മറന്നു തുടങ്ങും. ഒരു 40 കഴിഞ്ഞാൽ, ഒരു മാസം കഴിഞ്ഞാൽ, 6 മാസം കഴിഞ്ഞാൽ, ഒരു കൊല്ലം കഴിഞ്ഞാൽ നിങ്ങളെ ഒന്ന് ചെറുതായി ഒന്ന് പൊടി തട്ടിയെടുത്തേക്കും. പിന്നീട് 1 വർഷം കൂടെ കഴിയുമ്പോഴേക്കും നിങ്ങൾ മറഞ്ഞിരിക്കും. അങ്ങനെയാണ്.
നമ്മളൊക്കെ നമ്മുടെ ഉപ്പയെ ഓർക്കും, ഉപ്പാന്റെ ഉപ്പയെ ഓർക്കും. അതിന്റെ അപ്പുറത്തുള്ള വാപ്പാനെ ഓർമ്മ ഉണ്ടോ? അവരുടെ പേര് പോലും അറിയുന്നുണ്ടാവില്ല ചിലപ്പോ. നേരെ വാപ്പ, വല്ലിപ്പ. നമ്മൾ എന്തൊക്കെ ചെയ്തു പോയാലും നമ്മുടെ മക്കളെ നമ്മളെ ഓർക്കാം, നമ്മുടെ ഉപ്പയെ ഓർക്കാം. അതിനപ്പുറത്തേക്ക് അവർക്ക് ഓർമ്മ പോലും വരില്ല. ഓർക്കാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളല്ലാതെ, നിങ്ങളുടെ കർമ്മങ്ങളല്ലാതെ, അമലുകളല്ലാതെ മറ്റൊന്നും കൈകളിലില്ലാതെ കിടക്കുന്ന ഒരു നേരത്തേക്ക് ലിമിഥിലി ഹാദൽ യൗമി ഫഅഇദ്ദൂ. അതുകൊണ്ട് നിസ്കാരങ്ങളിലേക്ക് നബി തങ്ങൾ പ്രവേശിക്കുമ്പോ നമ്മുടെ നിസ്കാരങ്ങളെ പോലെയല്ല ഹബീബ് തങ്ങൾ കാന ഇദാ ഖാമ ഇലസ്സലാഹ്, നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുമ്പോൾ യുസ്മഉ ലിസൗതി സുദ്രിഹി അസീസുൻ കഅസീസിൽ മിർജൽ, ഒരു തളികയിൽ വെള്ളം വെച്ച് തിളപ്പിച്ചു കഴിയുമ്പോ വെള്ളം തിളക്കുന്ന ഒരു ശബ്ദം പോലോത്ത ശബ്ദം ഹബീബിന്റെ നെഞ്ചിൽ നിന്ന് ഉരുകുന്ന വേദനയുടെ, ഹബീബിന്റെ ഭയപ്പാടിന്റെ ശബ്ദം അവിടുത്തെ ഖൽബിൽ നിന്ന് ഒരു തരത്തിൽ തിളച്ചു മറിയുന്ന പോലെയുള്ള ശബ്ദം അവിടുത്തെ ശരീരത്തിൽ നിന്ന് കേൾക്കാമായിരുന്നുവെന്ന് മഹാന്മാരായ സ്വഹാബിമാർ ഭയപ്പാടോടുകൂടിയാണ് അവർ നിന്നിരുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തിരക്കിൽ നിസ്കരിച്ച് ഓടുകയാണ്. അല്ലാഹു അക്ബർ, റബ്ബേ നീ എല്ലാറ്റിലും വലിയവനാണ്, നിന്റെ വിഷയം ഏറ്റവും വലുതാണ്. അല്ലാഹു അക്ബർ, അല്ലാഹുവേ ശഅനുക അക്ബറു ഷൈഇൻ, നിന്റെ വിഷയം ഏറ്റവും വലിയ വിഷയമാണെന്ന് നമ്മൾ പറയുമ്പോഴും നിസ്സാരമായ ശബ്ദം കൊണ്ട് നമ്മുടെ നിസ്കാരത്തിൽ ശ്രദ്ധകൾ പോകുന്നു. കുഞ്ഞ് കരഞ്ഞാൽ നിസ്കാരം മറന്നുപോയി. ആരെങ്കിലും ഒന്ന് വിളിച്ചാൽ, ഫോൺ റിങ് ചെയ്താൽ, ഒരു വാട്സപ്പിന്റെ ഒരു മെസ്സേജിന്റെ ഒരു ടിക് സൗണ്ട് വന്നാൽ പിന്നെ ചിന്തയായ ആരാണാവോ, എന്താണാവോ, എന്തിനാണാവോ വിളിച്ചത്, എന്താണാവോ മെസ്സേജ്. എത്ര ദയനീയമാണ് നമ്മുടെ അവസ്ഥ. യാ റസൂലല്ലാഹ്, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ ഹബീബിനോട് ചോദിക്കുകയാണ്, നബിയെ, ആകാശലോകത്ത് മേഘങ്ങൾ വന്ന് നിറയുമ്പോൾ ഇന്നന്നാസ ഇദാ റഔൽ ഗൈമ ഇസ്തബ്ശറൂ, മേഘം കാണുമ്പോൾ ജനങ്ങൾക്ക് സന്തോഷമാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ അല്ലാഹുവിന്റെ റസൂലേ, അങ്ങെന്തുകൊണ്ടാണ് മേഘം കുമിഞ്ഞുകൂടുമ്പോൾ അങ്ങയുടെ മുഖത്ത് ദുഃഖമാണല്ലോ കാണാറുള്ളത്, എന്തുകൊണ്ടാണ് അങ്ങ് സന്തോഷിക്കാത്തത് എന്ന് ചോദിച്ചപ്പോ പ്രിയപ്പെട്ട പത്നിയോട്, ഭാര്യയോട്, ആയിഷ ബീവി എന്ന നമ്മുടെ ഉമ്മയോട് അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി, വമാ യുഅമ്മിനുനി, ആ മേഘമായി വർഷിക്കുന്നത് നല്ല സുലഭമായ മഴക്കപ്പുറത്തേക്ക് അല്ലാഹുവിന്റെ വല്ല പരീക്ഷണവുമാണോ എന്ന് എന്ത് സമാധാനമാണ് ആയിഷ ഉള്ളത്. ഇന്ന ഖൗമൻ റഔ അദാബല്ലാഹ്, ഹിജ്റിലും മദായിൻ സ്വാലിഹിലും MT ക്വാർട്ടർ എന്ന് പറയുന്ന റുബുൽ ഖാലിയിലും ജീവിച്ചു പോയ ആദ് സമൂദ് ഗോത്രങ്ങളെ അള്ളാഹു നശിപ്പിക്കാൻ തീരുമാനിച്ച നേരം ആകാശലോകത്ത് മേഘം വന്ന് കുമിഞ്ഞുകൂടിയപ്പോൾ അവര് പറഞ്ഞു, ഹാദാ ആരിദുൻ മുംതിറുനാ, ഇപ്പൊ വരും മഴ, സുലഭമായ മഴ വരും, നല്ല മഴ വരും എന്ന് പ്രതീക്ഷിച്ചവര് സന്തോഷിച്ചവരായിരുന്നില്ലേ? എന്നാൽ വർഷിച്ചത് ഹെയിൽ സ്റ്റോമുകളായിരുന്നു, ചെരൽ കല്ലുകളുടെ വർഷങ്ങളായിരുന്നു. അവിടെ അദാബല്ലേ വന്നത്. അതുകൊണ്ടൊരു കാർമേഘം കാണുമ്പോൾ അതിനുള്ളിൽ അദാബ് വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് ആയിഷ. അതുകൊണ്ടാണ് ജനങ്ങളുടെ മുഖത്ത് ചിരി വരുന്ന പോലെ, സന്തോഷം പടരുന്ന പോലെ മേഘം കാണുമ്പോഴേക്കും എനിക്ക് സന്തോഷിക്കാൻ കഴിയാതെ പോകുന്നത്. ഞാൻ അല്ലാഹുവിന്റെ ശിക്ഷ അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ എന്ന് ചിന്തിക്കുകയാണ്. ആകാശലോകങ്ങൾ, നക്ഷത്രഗോളങ്ങളും താരസമൂഹങ്ങളും പ്രപഞ്ചത്തിൽ കിടക്കുന്ന പ്ലാനറ്റുകളും എല്ലാ ഗ്രഹങ്ങളും മീറ്റിയേഴ്സും എല്ലാം അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ട്. ഭൂമിക്ക് മുകളിലുള്ള ഉപരിമണ്ഡലങ്ങളിലെല്ലാം മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയാൻ പറ്റും. അപ്പൊ അവര് പറയും ഏലിയൻസ് വരുന്നു എന്ന് പറയും, ഏലിയൻസിനെ കണ്ടു എന്ന് പറയും. അതൊന്നുകിൽ ജിന്നുകളാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മലക്കുകളാണ്. ഏലിയൻസ് എന്ന കുട്ടികൾക്ക് വലിയ കൗതുകമുള്ള സംഭവം. ഏലിയൻസ് അങ്ങനെ സംഭവം, ഏലിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപരിചിതമായത്, സ്ട്രെയിഞ്ച് ആയത്, ഭൂമിയിൽ കാണാത്ത സംഗതിയാണ്.
ആകാശലോകങ്ങൾ, സ്പേസ് മുഴുവനും മലക്കുകളാൽ നിറഞ്ഞു നിൽക്കുകയാണെന്ന് വിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും. അത്വതിസ്സമാ വഹുഖ ലഹാ അൻ തഇത്. ആകാശലോകത്ത് 4 വിരൽ വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പോലും ഒഴിഞ്ഞു കിടക്കുന്നില്ല. ഇല്ലാ വഫീഹാ മലകുൻ സാജിദ്. സുജൂദ് ചെയ്യുന്ന മലക്ക് ഒന്നുകിൽ കിടക്കുന്നുണ്ടാകും. വാദിഉൻ ജബ്ഹതഹു ലില്ലാഹി അസ്സ വജൽ. 4 വിരൽ വെക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോലും ഒരു ഒഴിവില്ല. ആ സ്ഥലത്ത് പോലും ഒരു മലക്കെങ്കിലും സുജൂദിൽ കിടക്കുന്നുണ്ടാകും. എത്രയാണ് പ്രപഞ്ചത്തിന്റെ വലുപ്പം! നമ്മൾ നേരത്തെ കേട്ടില്ലേ, നമ്മൾ ചിന്തിച്ചില്ലേ? കോടിക്കണക്കിന് 1 ബില്യൺ സ്റ്റാർസ് ഒക്കെയാണ് ഒരു ഗാലക്സി കൂട്ടത്തിലുള്ളത്. ഗാലക്സി എന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് മിഠായി ആയിരിക്കും കുട്ടികൾക്ക് ഓർമ്മ വരിക. താരസമൂഹങ്ങൾക്കാണ് ഗാലക്സി എന്ന് പറയാം. ഒരു നക്ഷത്ര സമൂഹം, അത് സൂര്യൻ ഒരു നക്ഷത്രമാണ്. അങ്ങനത്തെ 1 ബില്യൺ. യാ അല്ലാഹ്, 10 ലക്ഷമാകുമ്പോൾ ഒരു മില്യൺ എന്ന് പറയാം. 100 മില്യൺ ആകുമ്പോൾ നമ്മളൊരു ബില്യൺ എന്ന് പറയും. സുബ്ഹാനല്ലാഹ്, 100 10 ലക്ഷം. അല്ലാഹുവേ, അത്രയും നക്ഷത്രങ്ങൾ മിനിമം ഉണ്ടാകും ഒരു ഗാലക്സിയിൽ. അങ്ങനത്തെ മോർ ദാൻ എ ബില്യൺ ഗാലക്സീസ് ഈ പ്രപഞ്ചത്തിലുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്കി, എത്രയാണ് ഇതിൻ്റെയൊക്കെ വലുപ്പം, എത്രയാണ് ഇതിന്റെ വിശാലത. അവിടങ്ങളിലെല്ലാം ഒരു മലക്ക് പോലും സുജൂദിൽ വീണ് കിടക്കാത്ത, ഒഴിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലവുമില്ല എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറയുമായിരുന്നു. റഅയ്തുൽ ജന്നത വന്നാർ. നരകവും സ്വർഗവും ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലം അറക്കൽ ഖൈരി വശർരി ഖത്തുൽ യൗം. ഞാൻ ഇന്ന് കണ്ടതുപോലെ സ്വർഗമെന്ന നന്മയും നരകമെന്ന ശിക്ഷയും ഞാൻ കണ്ടതുപോലെ മറ്റൊരു നാളില്ലാലോ. തഅലമൂന മാ അഅലം. ഞാൻ അറിയുന്ന പോലെ പരലോകത്തിന്റെ വിവരം നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ ലളഹക്തും ഖലീല വലബകൈതും കസീറാ. നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് കരയുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലമാ തലദ്ദതും ബിന്നിസാഇ അലൽ ഫുറുഷ്. നിങ്ങളുടെ കട്ടിലുകളിൽ കിടന്ന് നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം ശയനം നടത്താൻ പോലും നിങ്ങൾ മടിച്ചു പോകും പേടിച്ചിട്ട്. വല ഖറജ്തും ഇലസ് സഉദാതി തജ്അറൂന ഇലല്ലാഹി അസ്സ വജൽ. നിങ്ങൾ ഓടി വിജനമായ സ്ഥലങ്ങളിലേക്ക് കരഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങിയേനെ. ഞാൻ അറിയുന്ന പോലെ പരലോകത്തിന്റെ വിഷയം നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ. അതറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. ഒരറിവില്ലാത്തതുകൊണ്ട് പൊട്ടിച്ചിരിക്കുക എന്നൊക്കെ ചെയ്യുന്നത്, ആർത്തട്ടഹസിക്കുന്നത്, കൂക്കി വിളിക്കുന്നത്, ഒരു ടീം ജയിച്ചാൽ കാണിക്കുന്ന ഈ ആവേശങ്ങളൊക്കെ പരലോകത്തിന്റെ വിഷയം ലവലേശം തലയിലില്ലാത്തത് കൊണ്ടാണെന്നാണ്. അതറിയുന്നവര് ഒരു ലിമിറ്റ് വെച്ചിട്ടേ ചിരിക്കുള്ളൂ, ഒരു ലിമിറ്റ് വെച്ചിട്ടേ ആഹ്ലാദിക്കുള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. ഇന്ന ഇബ്രാഹീമ ലഹലീമുൻ അവ്വാഹും മുനീബ്. പ്രവാചകന്മാർ അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. അവരൊക്കെ എത്ര അനുഗ്രഹമുള്ളവരാണ്. മനുഷ്യരിലെ വിവിഐപികളാണ് അവര്. അവരും അവ്വാഹുൻ, ഇബ്രാഹിം നബി നന്നായി കരയുന്നവരായിരുന്നു. മുനീബ്, അള്ളാഹുലേക്ക് എപ്പോഴും അള്ളാഹുലേക്ക് മടങ്ങുന്നവരാണ്, റബ്ബിനെ കുറിച്ച് ആലോചിക്കുന്നവരാണ്. ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, ആകാശലോകത്ത് നിന്ന്, സ്വർഗലോകത്ത് നിന്ന്. ആ ഇറങ്ങി വരവ് ഒരൊറ്റ തെറ്റിന്റെ പേരിലാണ്, ഒരു തിന്മയുടെ പേരിലാണ്, ഒരു ചെറിയ തെറ്റ്. ആദം നബി അലൈഹിസ്സലാമിന്റെ മഖാമിലേക്ക് നോക്കുമ്പോൾ ഒരു ഗുരുതരമായ പിഴവാണ് എന്ന് ഖുർആൻ പറഞ്ഞു. വഅസ്വാ ആദമു റബ്ബഹു ഫഗവാ. അങ്ങനെ ഖുർആൻ പറഞ്ഞു, ഒരു വൃക്ഷം മാത്രം കാണിച്ചു കൊടുത്ത്, ആദമേ നിങ്ങൾ ഈ വൃക്ഷത്തിന്റെ അരികത്തേക്ക് പോകരുതേ. എന്തിനാ പറഞ്ഞെന്നറിയോ? ആദം നബി അലൈഹിസ്സലാമിനെ പടക്കുന്നത് ഭൂമിയിലേക്ക് വരാനാ. അങ്ങനെയല്ലേ മലക്കുകളോട് ചോദിച്ചത്? മലക്കുകളെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഭൂമിയിൽ ഞാൻ എൻ്റെ ഒരു അംബാസഡറെ, എൻ്റെ ഒരു എമിസറിയെ, എൻ്റെ ഒരു റെപ്രസെന്റേറ്റീവിനെ ഞാൻ ഈ ഭൂമിയിലേക്ക് നിയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അപ്പൊ അവര് പറഞ്ഞു, എന്തിനാ പടച്ചോനെ, ഞങ്ങളൊക്കെ അല്ലേ ഇവിടെ.
നിങ്ങൾ അറിയാത്തത് ഞാൻ അറിയുന്നുണ്ട്. അങ്ങനെ മനുഷ്യനെ പടച്ചു, ആദം നബിയെ പടച്ചു അലൈഹിസ്സലാം. പൂർണ്ണ മനുഷ്യനാണ്, കുരങ്ങുന്നുണ്ടായതല്ല. കുരങ്ങുകൾ വേറുണ്ട്, ചിമ്പാൻസികൾ വേറുണ്ട്. പക്ഷേ ആദം നബി അലൈഹിസ്സലാം പൂർണ്ണ മനുഷ്യനാണ്. മനുഷ്യരുടെ പിതാവ് പൂർണ്ണ മനുഷ്യനായിട്ടാണ് ജന്മമെടുക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറതിഹി എന്ന് പറയാൻ കാരണം. ഈ ഹദീസ് പലപ്പോഴും പല ആളുകളും അർത്ഥം വെക്കുമ്പോൾ അന്തം വിട്ടു, ശരിയായിട്ട് അർത്ഥം വെക്കാൻ കഴിയാറില്ല. ഇന്നല്ലാഹ ഖലഖ ആദമ അലാ സൂറതിഹി, ആദം നബി അലൈഹിസ്സലാമിനെ ആദം നബി അലൈഹിസ്സലാമിന്റെ ആ പ്രത്യേകമായ ആദം നബിയുടെ കൃത്യമായ രൂപത്തിൽ തന്നെയാണ് പടച്ചത്. അതാണ് അതിന്റെ അർത്ഥം. അള്ളാഹിന്റെ രൂപത്തിൽ എന്നല്ല, ആദം നബിയുടെ രൂപത്തിൽ. എന്തേ? കുട്ടിയായിട്ട് വളർന്നു വന്നതല്ല, ഒരു ഭ്രൂണമായിട്ട് ആദം നബി ഉണ്ടായതല്ല. ആദം നബി പൂർണ്ണ മനുഷ്യനായിട്ട് ആ രൂപത്തിൽ തന്നെ അല്ലാഹു തആല ആദം നബിയെ സൃഷ്ടിച്ചത് ബുദ്ധിയും പക്വതയും ഉള്ള, പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു പൂർണ്ണ മനുഷ്യനായിട്ടാണ്, കുട്ടിയായിട്ട് വലുതായതല്ല ആദം നബി എന്നർത്ഥം. അതാണ് ഖലഖ ആദമ അലാ സൂറതിഹി, ആദം നബിയുടെ സൂറത്തിൽ തന്നെയാണ് പടച്ചത് എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പ് വാലുള്ളൊരവസ്ഥ. നിയാൻഡർഥാൽ മനുഷ്യൻ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കുരങ്ങെന്ന് അതൊന്നുമല്ല. ഇക്കാണുന്ന പൂർണ്ണ മനുഷ്യനില്ലേ ആദം നബി, ആ രൂപത്തിൽ തന്നെ ആദം നബിയെ സ്ട്രൈറ്റ് അവേ അള്ളാഹു അങ്ങനെയാണ് പടച്ചത്. അവരുടെ മക്കൾ പിന്നെ ഭ്രൂണമായി ഗർഭാശയത്തിലൂടെ ഉമ്മയുടെ ഉദരത്തിലൂടെ ജനിച്ച് ജന്മം കൊണ്ട് ഭൂമിയിലേക്ക് വന്നവരാണ്. ആദം നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് നിയോഗിക്കപ്പെടുകയാണ്. പിന്നെ ആ പഴം കഴിക്കരുത് എന്ന് പറഞ്ഞു. എന്തുകൊണ്ട് പറഞ്ഞു എന്നറിയോ? ഭൂമിയിലേക്ക് ചെല്ലുമ്പോ ഇവിടെ ചെയ്യണം, ചെയ്യരുത്, ഇഫ്അൽ ലാ തഫ്അൽ, ഡു ആൻഡ് ഡോണ്ട്, ചെയ്യരുത്, ചെയ്യണം, ഈ നിയമമുള്ള ലോകമാണ് ഭൂമി. ആണല്ലോ. പോലീസുകാർക്ക് നിയമങ്ങളില്ലേ? ട്രാഫിക് പോലീസിന്റെ നിയമങ്ങളില്ലേ? പഞ്ചായത്ത് ഓഫീസ് ചെന്നാൽ നിയമമുണ്ടല്ലോ, കോർപ്പറേഷനിൽ ചെന്നാൽ നിയമമുണ്ടല്ലോ. ഒരു കളിക്ക് എത്രയാ നിയമം? കളിയാന്ന് നമ്മൾ വിചാരിക്കും. കളി കാര്യ ശരിക്ക്. കളിയിൽ എന്തെങ്കിലും പഴച്ചാൽ പിന്നെ മഞ്ഞക്കാടും ചുവപ്പ് കാർഡും പുറത്താക്കലും എന്തൊക്കെ സംഭവിക്കും? കളി ശരിക്ക് കാര്യമാണ്. കാര്യങ്ങളൊക്കെ കളി. ഇപ്പൊ അങ്ങനെ അവസ്ഥ. എല്ലായിടത്തും നിയമമുണ്ട്, ചെയ്യണം, ചെയ്യരുത്. അതുകൊണ്ടാണ് ഫകുല മിൻഹാ റഗദൻ ഹൈതു ശിഅ്തുമാ, അത് ഡു ആണ്. ആദം നബിയെ ഹവ്വായെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ഇവിടെ നിന്ന് കഴിക്കാം, കഴിച്ചോളൂ, കൽപ്പനയാണ്. പിന്നെ പറഞ്ഞു ലാ തഖറബാ ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകരുത്. അപ്പോ ഒരു അരുത്, ബാക്കിയൊക്കെ ചെയ്തോളൂ എന്ന ഒരു കൽപ്പനയും ഒരു നിരോധനയും. അങ്ങനെ ഭൂമിക്ക് വന്ന അതാണ് പ്രാക്ടീസ് ചെയ്യാനുള്ളത്. അവിടെ അരുതെന്ന് പറഞ്ഞത് ആദം നബി അലൈഹിസ്സലാം ചെയ്തു പോയി. അങ്ങനെയാണല്ലോ. അങ്ങോട്ട് നോക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തന്നെ നോക്കും. അത് പാടില്ല എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയാൻ വല്ലാത്ത ഉത്സാഹമാണ്. മനുഷ്യന്റെ ഒരു പ്രകൃതം അങ്ങനെയാണല്ലോ. ചില കുട്ടികൾ ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഓടും, അങ്ങോട്ട് ഓടുന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വരും ചെയ്യും. നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ചെയ്യാം. ആദം നബി അലൈഹിസ്സലാമിനോട് ചെയ്യരുത് എന്ന് പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാം പിശാചിന്റെ ടെംപ്റ്റേഷനിൽ പെട്ടുപോയി, അത് ചെയ്തു. അതുകൊണ്ട് ആദം നബി ഭൂമിയിലേക്ക് ഇറക്കി. അപ്പൊ നമ്മൾ ആദം നബി അലൈഹിസ്സലാം ആ പഴം കഴിച്ചില്ലായിരുന്നു, നമ്മളൊക്കെ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. ഇപ്പൊ ഇങ്ങനെ കളിയും കണ്ട് അല്ലെ, ലോകപ്പൊക്കെ അവിടെ ആയിരിക്കും നടക്കുന്നുണ്ടാവുക എന്നൊക്കെ തോന്നും. അല്ല, ആദം നബിയെ പടച്ചതിന്റെ ഭൂമിക്കാണ്. അങ്ങനെയല്ലേ അള്ളാഹു ആദ്യം പറഞ്ഞത്? ഭൂമിയിലേക്ക് അയക്കുന്നു എന്നല്ലേ പറഞ്ഞത്? അതാ പഴം തിന്നാലും ഇല്ലെങ്കിലും ആദം നബി ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ഭൂമിയിലേക്ക് വരും. ആ പഴം കഴിച്ചുകൊണ്ട് ഭൂമിക്ക് എത്തിയെന്ന് മാത്രം. അത് അതിന്റെ ഒരു കാരണമാണ്. ആദം നബിയെ പടച്ചത് ഭൂമിയിലേക്കല്ലേ. ആദം നബി വല്ലാണ്ട് സങ്കടപ്പെട്ടു, ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. 1000 വർഷം ജീവിച്ച ആളാണ് ആദം നബി അലൈഹിസ്സലാം. ആദം നബിയുടെ ആയുസ്സിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു അൽഫ ആം, 1000 കൊല്ലം ജീവിച്ചിട്ടുണ്ട് സയ്യിദുന ആദം അലൈഹിസ്സലാം. എത്ര തലമുറയെ കണ്ടിട്ടുണ്ടാവും ആ വാപ്പ. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സങ്കടം കൊണ്ട് കരഞ്ഞ കരച്ചിൽ ലൗ ഖീസ ബുകാഉ ആദമ ബുകാഇ അഹ്ലിൽ അർളി ജമീഅൻ ലഅദല ബിഹിം, മനുഷ്യന്മാരെ മുഴുവൻ കരഞ്ഞാൽ ആ കരച്ചിലിനോളം ആദം നബി അലൈഹിസ്സലാമിന്റെ കരച്ചിലിന് സാമ്യതയുണ്ട്. ആദം നബിയുടെ കരച്ചിലാണ് മനുഷ്യരുടെ മുഴുവൻ കണ്ണീരിനേക്കാളും കൂടുതൽ ഉണ്ടായത് എന്ന്. ആ സങ്കടം മനുഷ്യരുടെ മുഴുവൻ സങ്കടത്തെക്കാളും വലുതായിരുന്നു. സ്വാഭാവികല്ലേ, ഒരു ജോലി നഷ്ടപ്പെട്ട് പ്രൊമോഷൻ വിചാരിച്ചിരിക്കുമ്പോഴാണ് ടെർമിനേഷൻ വരുന്നത്. സങ്കടാവൂലേ? ജയിക്കുന്നു വിചാരിച്ചു ചെന്നതാണ്, ഡ്രൈവിംഗ് ടെസ്റ്റിന് ഫെയിലായി പോയി, സങ്കടാവും.
ഒരാൾ ജയിച്ചു എന്ന് പറയാൻ ആഗ്രഹിച്ച് നടക്കുമ്പോൾ ഫെയിലായി പോയിട്ടുണ്ട്. മോനെ നീ ജയിച്ചില്ല, നിനക്ക് എത്ര A+ ഉണ്ട്? എനിക്ക് A+ പോയിട്ട് ഞാൻ പാസ്സായിട്ട് പോലും ഇല്ല എന്ന് കുട്ടിക്ക് പറയാൻ കഴിയില്ല. സങ്കടമായിരിക്കും. തോറ്റുപോകുമ്പോൾ ചില വിവാഹങ്ങളൊക്കെ നടക്കും എന്ന് വിചാരിക്കും, ചിലപ്പോൾ അത് നടക്കൂല. അള്ളാഹിന്റെ തീരുമാനം മറ്റൊന്നായിരിക്കും. അപ്പൊ പിന്നെ ഓൻ തീരുമാനം ഞാൻ കല്യാണേ കഴിക്കൂല, നിനക്ക് പോയി എന്നല്ലാണ്ട് അള്ളാഹുവിൻ്റെ ഒരു ഖള അങ്ങനെയാണെങ്കിൽ വിചാരിച്ച പോരെ. അള്ളാഹു എനിക്കത് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല. അതിലിപ്പോൾ ഇങ്ങനെ കരഞ്ഞു നടക്കേണ്ട കാര്യമുണ്ടോ? ദുനിയാവിന്റെ വിഷയത്തിൽ കരയരുത്. കരയേണ്ടത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്. പക്ഷെ ആദം നബി അലൈഹിസ്സലാമിന്റെ സങ്കടം ആലോചിക്കണം. സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഭയങ്കര സങ്കടായി. കരഞ്ഞു 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 ആദം നബി. എന്തിനാണ് ആദമേ നിങ്ങൾ ഇങ്ങനെ കരഞ്ഞത് എന്ന് ചോദിച്ചപ്പോ അബ്കി അലാ ദാരിൻ കുൻതു അസ്മഉ ഫീഹാ സജല തസ്ബീഹിൽ മലായികതി ഹൗലൽ അർശ്. അല്ലാഹുവിന്റെ അർശ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ നേരത്തെ പറഞ്ഞ ഭൂമി, പ്രപഞ്ചമൊക്കെ പറഞ്ഞില്ലേ, വലിയ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങളുള്ള ഗാലക്സികളുള്ള ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചവും അള്ളാഹുവിന്റെ കുർസിയും. വലിയൊരു മരുഭൂമി സങ്കല്പിക്കുക, അനന്തമായ മരുഭൂമി. ആ മരുഭൂമിയിൽ ഒരു വള കൊണ്ടുപോയി വെക്കുക, ഒരു റിങ്, ഒരു വള അല്ലെങ്കിൽ ഒരു വാച്ച്, ചെറിയ വട്ടക്കണ്ണി. 10 ഏക്കറല്ല, 100 ഏക്കറല്ല, 1000 ഏക്കറല്ല. മരുഭൂമിയൊക്കെ എത്ര ആയിരക്കണക്കിന് ഹെക്ടർ ഉണ്ടാകും. ആ മരുഭൂമിയുടെ നടുവിൽ നിങ്ങൾ ഒരു വള കൊണ്ടുപോയി വെച്ചാൽ അള്ളാന്റെ കുർസി എന്ന് പറയുന്ന അള്ളാഹുവിന്റെ സീറ്റ് ഓഫ് പവർ, അത് ആ മരുഭൂമിയും ആ വട്ടക്കണ്ണി ഈ പ്രപഞ്ചവുമാണ്. അപ്പൊ ഈ കാണുന്ന ലോകം മുഴുവൻ ഒരു വളന്റെ അത്ര കണ്ടാൽ മതി. ഇനി അത് തന്നെ ഒന്നുകൂടെ, ആ കാണുന്ന റിങ് അള്ളാഹുവിന്റെ കുർസിയാണെങ്കിൽ ആ വലിയ മരുഭൂമി അള്ളാഹുവിന്റെ അർശാണ് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അർശിന്റെ വലുപ്പം എത്രയായിരിക്കും? പ്രപഞ്ചം ഒന്നാകെ ഒരു വളന്റെ അത്ര. ആ മരുഭൂമി അള്ളാഹുവിന്റെ കുർസിയാണ്. പിന്നെ ആ വട്ടം, ആ റിങ്, ആ വള അള്ളാഹുവിന്റെ കുർസിയാണെങ്കിൽ അനന്തമായ ആ മരുഭൂമിയാണ് അള്ളാഹുവിന്റെ അർശെന്ന് സങ്കല്പിച്ചോളൂ എന്ന് നിബിതങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ അർശിന്റെ കാലുകളിൽ നിന്നുകൊണ്ട് അർശിന്റെ ചുറ്റും അള്ളാഹുവിന്റെ മലക്കുകൾ തസ്ബീഹ് ചൊല്ലുമായിരുന്നത് ആദം നബിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നത്രേ. സ്വർഗം വഫൗഖഹാ അർശുർ റഹ്മാൻ, ജന്നത്തു അദ്നിന്റെ മുകളിലാണ് സ്വർഗമെന്ന്, ആ സ്വർഗത്തിന്റെ മുകളിലാണ് അർശെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കോടാനുകോടി മലക്കുകള്, നിശബ്ദമായ ഒരു ലോകം സങ്കല്പിക്കുക. ഒരു സൗണ്ട് അവിടെ ഇല്ല, ഒരു അനൗൺസ്മെന്റ് പോകുന്നില്ല, ഒരു വാളോ പരിപാടിയൊന്നും അവിടെ ഇല്ല. ശാന്തമാണ് അല്ലാഹുവിന്റെ അർശ്, താഴെ സ്വർഗം, കോടിക്കണക്കിന് മലക്കുകൾ. സുബ്ഹാനല്ലാഹ് 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 ഇതിങ്ങനെ ചൊല്ലുന്നത് ഇങ്ങനെ കേൾക്കാം. അതിന്റെ ഒരു അലയൊലി, മലക്കുകളുടെ തസ്ബീഹിന്റെ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളൂ. അർശിന് ചുറ്റും അള്ളാഹുവിന്റെ കാവൽക്കാരായി നിൽക്കുന്ന പോലെ അള്ളാഹുവിന്റെ മലക്കുകൾ അർശിനെ വലയം ചെയ്ത് നിൽക്കുകയാണ്. അവരുടെ തസ്ബീഹിന്റെ ഒരുമിച്ചവർ ചൊല്ലുമ്പോൾ തസ്ബീഹിന്റെ തസ്ബീഹിന്റെ ഒരു ഗംഭീരമുള്ള ഒരു താളമുണ്ട്. ആ താളം ആദം നബിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു സ്വർഗത്തിൽ. ഭൂമിയിലെത്തിയപ്പോൾ അത് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. അതോർത്തുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആദം നബിക്ക് സങ്കടമായതാണ്, ആ തസ്ബീഹിന് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. അബ്കി അലാ ദാരിൻ, ഞാൻ ഇറങ്ങി വന്ന വീട് ആ സ്വർഗലോകം. അസ്മഉ ഫീഹാ സജില്ല തസ്ബീഹിൽ മലായികതി ഹൗലൽ അർശ്, അർശിന്റെ ചുറ്റുമുള്ള മലക്കുകൾ അല്ലാഹുവിന്റെ തസ്ബീഹ് ചൊല്ലുന്നത് എനിക്ക് കേൾക്കാൻ കഴിയുമായിരുന്നു. അത് കേൾക്കാൻ കഴിയാത്ത ഒരു ലോകത്തേക്ക് ഞാൻ ഇറങ്ങി വന്നല്ലോ എന്നോർത്തുകൊണ്ട് കരയുകയാണെന്ന് സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴോ ഭക്ഷണം കഴിക്കുമ്പോഴോ ഇല്ലാ വബല്ലലഹു ബിദുമൂഇഹി, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കണ്ണുനീര് നനയാതെ ഒരു വെള്ളമോ ഭക്ഷണമോ മഹാനായ നബിക്ക് കുടിക്കാൻ കഴിയുമായിരുന്നില്ലത്രേ. ദാവൂദ് നബിയുടെ മഖാമുള്ളത് ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സയുടെ മെഹ്റാബിന്റെ ഭാഗത്തുകൂടെ ഉള്ളിലേക്ക് താഴോട്ട് ഇറങ്ങിച്ചെന്നാൽ അവിടെ കിങ് ഡേവിഡ് ട്യൂംബ്, അവര് ജൂതന്മാർ അങ്ങനെ അതിന് പേരിട്ടത്.
രാജാവായ ഡേവിഡിന്റെ ട്യൂംബ് എന്ന് പറഞ്ഞാൽ അന്ത്യവിശ്രമ സ്ഥാനം. പക്ഷെ നമ്മൾ പറയും നബിയുല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം. അവിടെ ജൂതന്മാരുടെ കൺട്രോളിലാണ് ദാവൂദ് നബിയുടെ മഖാമുള്ളത്. അവർ സിയാറത്ത് ചെയ്യും. അവിടുത്തെ മൊലിരിട്ടുകൾ വന്നിട്ട് ഇങ്ങനെ തലാട്ടി അവർ തൊപ്പി നിലകെട്ടൊക്കെ കിട്ടും. അവിടുത്തെ മുസ്ലിയാർ കുട്ടികളുടെ ചെറിയ മുതഅല്ലിമീങ്ങളെ പോലെ തോന്നും. അവരുണ്ട് അവിടെ നിന്നിട്ട് ആടിയിട്ട് ഇങ്ങനെ തൗറാത്ത് ഇങ്ങനെ ചൊല്ലി, ജബൂർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, സാംസ് ഓഫ് ഡേവിഡ്. അതിങ്ങനെ ചൊല്ലിയിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കും അവർ. അപ്പോൾ നമ്മൾ സിയാറത്തിന് ചെല്ലുമ്പോൾ അവർ പറയും ആണുങ്ങളും പെണ്ണുങ്ങളും സെപ്പറേറ്റ് പോകണം, ആണുങ്ങൾ തലയിൽ തൊപ്പി വെക്കണം, അല്ലാതെ കയറാൻ പറ്റില്ല. അപ്പം നമ്മൾ തൊപ്പിയോ തലപ്പാവോ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ജൂതന്മാരെ ആ ഒരു കിബ്ബ എന്ന് പറഞ്ഞ ചെറിയ തൊപ്പി ഉണ്ടല്ലോ, അത് തലയിൽ വെച്ച് തരും. പെണ്ണുങ്ങൾ വേറെ വഴിക്കുക, പെണ്ണുങ്ങളും ആണുങ്ങളും കാണാൻ പാടില്ല. അങ്ങനെ ഒരു അച്ചടക്കം ആ മഖാമിൽ ജൂതന്മാരുടെ നിയമമാണത് അവിടെ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മളിവിടെ നിന്ന് യാസീനോതും, ഇപ്പുറത്ത് ജൂതന്മാർ അവരുടെ ഇഞ്ചിയിലോതുണ്ടാവും. അവർക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മളൊന്ന് ദുആ ചെയ്തു പോരും. ചിലപ്പോൾ അവർ ആമീനത്തിൽ കൂടും, അല്ലെങ്കിൽ അവരവരെ വഴിക്കുണ്ടാവും. ഒരു ചെറിയ ഒരു ഹാളാണ് അവിടെ. ആ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മഖാമുണ്ട്. മസ്ജിദുൽ അഖ്സ പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു 6-7 മിനിറ്റ് 10 മിനിറ്റിൻ്റെ അടുത്ത് നടന്നെത്തിയാൽ അങ്ങോട്ട് എത്താൻ കഴിയും. സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം ഫലസ്തീനിലാണ്. സുലൈമാൻ നബിയുടെ ഉപ്പ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ഖബർ എവിടെയാണെന്നറിയില്ല. മസ്ജിദുൽ അഖ്സയുടെ ചുറ്റും എവിടെയോ ഉണ്ടെന്ന് അറിയുള്ളൂ. അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് ആർക്കും അറിയിപ്പ് കിട്ടിയിട്ടില്ല. പക്ഷേ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റേത് അവിടെയുണ്ട്. സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നിട്ട് പറയും, യാ റബ്ബി, അല്ലാഹുവേ, നിന്റെ സൂര്യന്റെ ചൂട് പോലും എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. ലാ അസ്തതിഉ ഹർറ ശംസിക്, എങ്ങനെയാണ് റബ്ബേ നിന്റെ നരകത്തിന്റെ ചൂട് ഞാൻ സഹിക്കുന്നത്? ഫകൈഫ അസ്തതിഉ ഹർറ നാരിക്, യാ റബ്ബ്, നിന്റെ റഹ്മത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ലല്ലോ. ഇടിനാദം, ഇടിപൊട്ടുന്നത് നമ്മൾ ചെവി അടക്കി പിടിക്കൂല. ചിലപ്പം ഭയങ്കരമായ ഇടിപൊട്ടലൊക്കെ ഉണ്ടാവില്ലേ, പേടിച്ചു അല്ലേ? അതിന്റെ പിന്നിൽ മഴ വരുന്നു എന്നാണ്. അപ്പൊ റഹ്മത്ത് വരുന്നതിന്റെ, മഴ വരുന്നതിന്റെ ഒരു മുന്നറിയിപ്പാണ് ഇടിയും മിന്നലൊക്കെ. ആ റഹ്മത്തിന്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല റബ്ബേ. ഫകൈഫ അസ്തതിഉ സൗത സമാഅ സൗതി ഗളബിക്, നിന്റെ ദേഷ്യത്തിന്റെ, കോപത്തിന്റെ ശബ്ദം എങ്ങനെയാണ് റബ്ബേ എനിക്ക് കേൾക്കാൻ കഴിയുക? ഇത് പറഞ്ഞുകൊണ്ട് ദാവൂദ് നബി അലൈഹിസ്സലാം കരയുമായിരുന്നു. നബിയുനാ ദാവൂദ് അലൈഹിസ്സലാം വഅലാ നബിയില്ലാഹി സ്വലാത്തു വസ്സലാം. മറർതു ലൈലത ഉസ്രിയ ബി ബിൽ മലഇൽ അലാ, എനിക്ക് ഇസ്റാ നടന്ന രാത്രിയിൽ ഞാൻ മാലാഖമാരുടെ അരികത്തുകൂടെ ഉന്നത ശ്രേണിയിൽ കിടക്കുന്ന മാലാഖമാരായ വിവിഐപികളുടെ മുമ്പിലൂടെ എനിക്ക് കടന്നു പോകാൻ അവസരമുണ്ടായിട്ടുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളെക്കാളും ജിബ്രീൽ അലൈഹിസ്സലാമിനെക്കാളും ഉന്നത സ്ഥാനീയരാണ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിന്റെ സ്ഥാനം അതിലും വലുതാണ്. ഫഖന്നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. ഹബീബായ നബി തങ്ങൾ എല്ലാ സൃഷ്ടികളെക്കാളും, എല്ലാ സൃഷ്ടിജാലങ്ങളെക്കാളും, മലക്കുകളെക്കാളും അല്ലാഹുവിന്റെ മഹ്ബൂബാണ്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്റാ മിഅ്റാജ് യാത്ര ഹബീബിന്റെ ജീവിതത്തിലെ വലിയൊരു മുഅ്ജിസത്താണ്. നമ്മളത് മനസ്സിലാക്കണം. മുസ്ലിമീങ്ങൾക്കത് വിശ്വസിക്കുന്ന ഒരു പ്രയാസമില്ല. ഇന്ന് കറാമത്തൊക്കെ നിഷേധിക്കുന്ന ഒരു സ്വഭാവം കാണുന്നുണ്ട്. കറാമത്ത് പറഞ്ഞാൽ ഇപ്പോൾ വെറുതെ കളിയാക്കുക, അങ്ങനെ അത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോൾ പരിഹസിക്കുക. അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ, അതല്ലേ പറയാൻ പറ്റുള്ളൂ. ഹദീസിലും ഖുർആനിലും വന്നത് എന്തായാലും നിഷേധിക്കാൻ പറ്റൂലല്ലോ. അല്ലാത്ത ഏതെങ്കിലും ഒരു മഹാന്റെ ഒരു കറാമത്ത് ഒരാൾ വിവരിച്ചാൽ ആ പറയുന്ന ആൾ വിശ്വാസമുണ്ടോ, ആരെപ്പറ്റി പറയപ്പെടുന്നോ, അതൊരു നല്ല മനുഷ്യനായിരുന്നോ, വേണമെങ്കിൽ വിശ്വസിച്ചോ, ഇല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. പക്ഷെ കളിയാക്കണ്ട, പരിഹസിക്കേണ്ട. നമുക്കറിയില്ലല്ലോ, നമുക്കറിയാത്ത കാര്യം എന്ത് ചെയ്യരുത്, പരിഹസിക്കാൻ പാടില്ല. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അങ്ങനെയാണ്. ഇല്ലാത്തത് പറയാനും പാടില്ലേ, ഇല്ലാത്തത് പറയരുത്, നുണ പറയരുത്, നുണ പറയാൻ പാടില്ല, ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കാനും പാടില്ല. ഉള്ളത്, സംഭവിച്ചത്, സത്യസന്ധരായ ആളുകളിലൂടെ ഉദ്ധരിക്കപ്പെടുന്നത്, നമ്മുടെ അടുത്ത കാലങ്ങളിൽ സംഭവിച്ചത്, ഇതൊക്കെ വേണമെങ്കിൽ വിശ്വസിക്കാം, ഇല്ലെങ്കിൽ വിശ്വസിക്കാതിരിക്കാം. പക്ഷെ ഒരു മുഅ്മിനായ മനുഷ്യനെ വിശ്വസിക്കാം, ഒരു പ്രയാസമില്ല. നടക്കുമോ എന്ന് ചോദിക്കണ്ട. എന്താ നടക്കായി? അള്ളാഹുവിന് കഴിയൂലേ?
അള്ളാഹുവിന് കഴിയും. അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അതല്ലേ അള്ളാഹുവിന്റെ വിശേഷണം. ഹി ഈസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എനിത്തിങ് വാട്ട്സോഎവർ. ഒന്നും അള്ളാഹുക്ക് വിഷയമുള്ള കാര്യമില്ല. ഇസ്രാ മിഅ്റാജ് അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഅ്ജിസത്താണ്. ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്നത്, ഖുർആൻ കഴിഞ്ഞാൽ തൊട്ടടുത്ത മുഅ്ജിസത്ത് ഇസ്രാ മിഅ്റാജാണ്. ഇസ്രാ ഭൂമിയിൽ നടന്നതാണ്, മക്കയിൽ നിന്ന് മദീനയിലേക്ക്. മിഅ്റാജ് മക്കയിൽ നിന്ന് ജെറൂസലേമിലേക്ക്, മദീനയിലേക്കല്ല. ഇസ്രാ നടന്നത് സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ, അൽ മസ്ജിദുൽ അഖ്സയിലേക്ക്, ജെറൂസലേമിലെ വിശുദ്ധമായ അള്ളാഹുവിന്റെ ഭവനമായ അൽ മസ്ജിദുൽ അഖ്സയിലേക്ക്, ഖുദ്സിലേക്ക്, അൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, ബൈത്തുൽ മഖ്ദിസിലേക്ക്. ഇതൊക്കെ ഒരേ പേരാണ്. ബൈത്തുൽ മഖ്ദിസ്, അൽ ബൈത്തുൽ മുഖദ്ദസ്, അൽ മസ്ജിദുൽ അഖ്സ, ഇതൊക്കെ ഒന്നാണ്. അവിടേക്ക് പുണ്യനിബിതങ്ങളെ ബുറാഖ് എന്ന വാഹനത്തിന്റെ മുകളിൽ രാത്രിയിലെ ഒരൽപ്പസമയം കൊണ്ട് അല്ലാഹു യാത്ര ചെയ്യിപ്പിച്ചു. ഇത് വിശ്വസിക്കുന്നതിന് മുഅ്മിനിനും ഒരു പ്രയാസവും ഉണ്ടാവാൻ പാടില്ല. വമാ ജഅൽന റുഅ്യ അല്ലതി അറൈനാക ഇല്ലാ ഫിത്നതൻ ലിന്നാസ്.